എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. എന്റെ പേര് സുധ കരുനാഗപ്പള്ളി. ഞാൻ 3 വർഷം കൊണ്ട് ഈ കൺസെപ്റ്റ് ഏറ്റെടുത്ത്, അതായത് നെഞ്ചോട് ചേർത്ത് ചെയ്യാൻ ഫുൾ ടൈമായി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ഇതിൽ എനിക്ക് സക്സസ് ആകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഈ ഒരു ദിവസത്തിന്റെ ആരംഭമാണ്. അത് നന്നായിരിക്കാൻ, അതായത് നല്ലതായിട്ട് പോകാൻ വേണ്ടി, ബിസിനസ് പരമായിട്ടും പേഴ്സണലായിട്ടും നമുക്ക് ഓരോരുത്തർക്കും നല്ലതായിട്ട് പോകാൻ വേണ്ടി നമ്മുടെ സർവേശ്വരനോട് നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ, ഇന്ന് ഈ തണുത്ത പ്രഭാതത്തിൽ ഇവിടെ എത്തിയിട്ടുള്ളവർ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്. അതായത് ഇപ്പൊ മഴ സമയമാണ് അല്ലെ. ഈ മഴ സമയത്ത് നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ഷീറ്റിനടിയിൽ പുതഞ്ഞ് കിടക്കാൻ ആഗ്രഹിക്കുന്ന സമയമാണ് ആ സമയത്ത്. പക്ഷെ എങ്കിൽ തന്നെയും നമ്മുടെ ബിസിനസിന്റെ സ്പിരിറ്റ് നെഞ്ചിലേറ്റി, അതായത് ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി വന്നവരാണ് നാം ഓരോരുത്തരും. ഈ സൂമിൽ ഈ സമയത്ത് കയറുന്ന ഓരോരുത്തരും ആ ഒരു സ്പിരിറ്റോടു കൂടി തന്നെ ജീവിക്കുന്നവരാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം അല്ലെ. അപ്പൊ ഇന്ന് ഈ തണുത്ത പ്രഭാതത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും എന്റെ പേരിലും നമ്മുടെ ബയോട്ടോറിയം കമ്പനിയുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. പ്രധാനമായും നമ്മുടെ ലീഡേഴ്സായ മനോജ് സാറിനും സുരേഷ് സാറിനും ഞാൻ അതുപോലെയുള്ള ഓരോരുത്തർക്കും ഞാൻ എന്റെ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഇന്ന് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഒരു ഓണാശംസയാണ്. ഇന്ന് എത്ര പേര് ആരൊക്കെയാണോ നമ്മുടെ ഈ ടീമിൽ ഈ മീറ്റിങ്ങിൽ എത്തുന്നത് എല്ലാവർക്കും, നമ്മുടെ ബയോട്ടോറിയം ഏറ്റെടുത്ത് ചെയ്യുന്ന ഓരോരുത്തർക്കും എന്റെ ഓണാശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് ഈ സൂമിൽ കയറിയവർ ഓരോരുത്തരും, കയറാൻ പോകുന്നവരും കയറിയവരും ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്. കാരണം ഒരു ബിസിനസിന്റെ നട്ടെല്ല് എന്ന് നമ്മൾ പറയുന്നത്, നമ്മൾ ഓരോരുത്തരും വിശേഷിപ്പിക്കുന്നത്, ഒരു ബിസിനസിന്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ്. അതായത് ബിസിനസിന്റെ ക്ലോസിങ്ങും ഒരു ഫോളോ അപ്പുമാണ്. അതായത് ബിസിനസ് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് വർഷങ്ങളായി ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വരെ ക്ലോസിംഗ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാകാത്ത ആൾക്കാരാണുള്ളത്. നമുക്കൊരു ബിസിനസ് എങ്ങനെ എടുക്കണം, അതിനെ ക്ലോസ് ചെയ്ത് എങ്ങനെ കൊണ്ടുവരണം. ബിസിനസ് എടുക്കാൻ എല്ലാവർക്കും ബിസിനസ്സിന് പോകാൻ എല്ലാ കഴിവുമുണ്ട്, പക്ഷെ ബിസിനസ് കിട്ടുന്നില്ല, നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്നില്ല അല്ലെ. അത് എന്തുകൊണ്ടാണ്? അതിന്റെ ക്ലോസിംഗ് കറക്റ്റ് ആകാത്തതുകൊണ്ടാണ്. നമ്മളെ എങ്ങനെയാണ് ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഓരോരുത്തർക്കും ഇനി ഒരുപാട് പഠിക്കാനുണ്ട് അല്ലെ. ക്ലോസിംഗ്, അതുപോലെ തന്നെ ഈ ക്ലോസിംഗിലൂടെ തന്നെ ഈ ബിസിനസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് എങ്ങനെ കയ്യിലേറ്റി കൊണ്ടു നടക്കണം എന്നതിന് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. അതായത് അതിനാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഈ ഫോളോ അപ്പും ക്ലോസിങ്ങും ഒരുപോലെ തന്നെ ബിസിനസ്സിന് പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഇത് രണ്ടും എങ്ങനെ ആയിരിക്കണമെന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ബിസിനസ്സിൽ വിജയിച്ചു പോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നമ്മൾ എല്ലാവരും എന്തായാലും ഈ ബിസിനസ് ഏറ്റെടുത്തവരാണ്, മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇതുകൊണ്ട് തന്നെ ഒരുപാട് വിജയിച്ച വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, ഇന്ന് നമുക്ക് ഈ കാര്യങ്ങൾ രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാകാൻ സാധിച്ചാൽ, അതായത് നമുക്കെല്ലാം നന്നായിട്ട് പറഞ്ഞു തരാൻ കഴിവും പ്രാപ്തിയുമുള്ള ഒരു പേഴ്സൺ ആണ് നമുക്ക് ഇന്നിവിടെ എത്തിച്ചേരാൻ പോകുന്നത്, നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ നമ്മളെ ഓരോരുത്തരും, ഇന്ന് കയറിയ ഓരോരുത്തരും വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ന് കയറിയവരെല്ലാം തന്നെ ഭാഗ്യം ചെയ്തവരാണ്. കാരണം നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ വരുന്നത് ഒരു സാധാരണപ്പെട്ട ഒരാളല്ല അല്ലെ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു ട്രെയിനറും അതിനോടുകൂടി തന്നെ ഒരു മോട്ടിവേറ്ററും ആയിട്ടുള്ള നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സുരേഷ് സാറാണ് നമുക്ക് ഇന്ന് ഈ കാര്യങ്ങൾ, ഈ വിഷയം നമുക്ക് അവതരിപ്പിക്കാനായിട്ട് എത്തുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് നല്ല ശ്രദ്ധയോടുകൂടി, ഈ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി തരാൻ അദ്ദേഹത്തെ ഞാൻ, സുരേഷ് സാറിനെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സുരേഷ് സാർ. ഗുഡ് മോർണിംഗ് ഓൾ. താങ്ക് യു സുധാ മാഡം. ഇന്ന് ഒരു തണുത്ത പ്രഭാതം, ഓണക്കാലം അല്ലെ. എല്ലാവർക്കും വളരെ സുഖകരമായ ഒരു കാലാവസ്ഥയാണ്. സത്യത്തില് സുധാ മാഡം പറഞ്ഞ പോലെ കിടക്കയില് ഇങ്ങനെ പുതച്ചു മൂടി കിടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന സമയമാണ്. സാഹചര്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ ഉള്ളിലെ ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഒരു ആവേശം, ഒരു പ്രതീക്ഷ, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് നമ്മളെല്ലാവരും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗില് പങ്കെടുക്കാനിരിക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ലീഡേഴ്സിനെയും ഒരിക്കൽ കൂടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഗ്രേറ്റ് മെന്റർ, മോട്ടിവേറ്റർ, എന്റെ അപ്ലൈൻ, നമ്മുടെ എല്ലാവരുടെയും അപ്ലൈൻ മനോജ്
മനോജ് സാർ തുടങ്ങിയ എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഇനി കേവലം 5 ദിവസം കൂടിയേ ഉള്ളൂ. അതായത് മാഡം നേരത്തെ പറയണ്ട അനിലാണെന്ന്. ഇനി 3-4 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഓണത്തിരക്കിലേക്ക്, അതായത് ഉത്രാടപ്പാച്ചിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും ഇന്നത്തെ ഈ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്ന, ചർച്ച ചെയ്യുന്ന സബ്ജക്ട് ഈ ബിസിനസ്സിൽ മാത്രമല്ല, മനുഷ്യന്റെ ജീവിത വിജയത്തിലും അതിപ്രധാനമായ, ഇന്ന് ഈ ഭൂമിയിൽ സംഭവിച്ചിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും എല്ലാ വിജയങ്ങൾക്കും കാരണമായ ഒരേ ഒരു വാക്കുള്ളൂ, ഒരേ ഒരു പ്രക്രിയയുള്ളൂ. അത് ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഫോളോ. വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ഫോളോ. പക്ഷെ ഇതിന് വേണ്ടത്ര പ്രാധാന്യം പലരും കൊടുക്കാറില്ല എന്നുള്ളതാണ്. പലരും കഴിവുണ്ടായിട്ടും അറിവുണ്ടായിട്ടും പ്രവർത്തനമുണ്ടായിട്ടും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാം. ഫോളോ അപ്പിന്റെ അഭാവം കൊണ്ടാണ്, ഫോളോ അപ്പിന്റെ പോരായ്മ കൊണ്ടാണ്, ഫോളോ അപ്പ് ശരിയായി ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഇതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മളെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു ബിസിനസ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. ഡോക്ടർ സാഗർ ജോഷി എന്ന് പറയുന്ന അതുല്യനായ ഒരു വ്യക്തിത്വത്തിന്റെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സമ്പാദ്യം, അതിലൂടെ സന്തോഷം. ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ. വളരെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ആശയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ഏറ്റെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളാണ് ഇന്ത്യയിൽ ഇടതുകളുള്ളത്. അതില് ഓരോ വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ ബിസിനസിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റ് ലോകങ്ങളിലും കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത്, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ചെയ്യുന്ന അതേ ബിസിനസ് തന്നെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഇവിടെ ആരംഭിക്കുന്നത്. ഇതാണ് മെയിൻ ഡിഫറൻസ്. സാധാരണ ബിസിനസ്സിൽ ലക്ഷങ്ങളും കോടികളും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം ലഭിക്കുന്ന ഒരു കാര്യം, അതായത് എന്താണ് ആ കാര്യം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതർ പീപ്പിൾ, ടൈം ആൻഡ് ടാലന്റ്. ഇതാണ് ഈ ബിസിനസിന്റെ സൂത്രവാക്യം. മറ്റുള്ള ആളുകളുടെ സമയത്തിനെയും കഴിവിനെയും ഉപയോഗപ്പെടുത്തുക. അതിനുവേണ്ടി മറ്റു ബിസിനസ്സുകാർ ലക്ഷങ്ങളും കോടികളും. ആരോ സംസാരിക്കുന്നുണ്ടല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്യൂ മാഡം. ഹലോ, ശ്രദ്ധിക്കണേ. ഓൺ മ്യൂട്ട് കൊടുത്തേക്ക് സാർ. ഓക്കെ, മറ്റുള്ള ബിസിനസ്സുകാർ ഒരു ഫാത്തിമയാണ്. ഫാത്തിമ മാഡം ശ്രദ്ധിക്കണേ. മറ്റുള്ള ബിസിനസ്സുകാർ കോടികൾ മുതൽ മുടക്കി മറ്റുള്ള ആളുകളുടെ സമയത്തിനെയും കഴിവിനെയും അവർക്ക് കിട്ടുന്ന സമയത്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മാത്രമാണ് പണം മുതൽ മുടക്കാതെ മറ്റുള്ള ആളുകളുടെ സമയവും കഴിവും നമുക്ക് ലഭിക്കുന്നത്. ഇതാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. ഒരു ബിസിനസ്സുകാരൻ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് 0 ആണ്. ഈ ഡയറക്ട് സെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ നമുക്കുള്ള നേട്ടം കോടികൾ ഇൻവെസ്റ്റ് ചെയ്യാതെ, ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതെ മറ്റുള്ള ആളുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതാണ് മെയിൻ ഡിഫറൻസ്. അവിടെയും പണിയെടുക്കണം, ഇവിടെയും നമ്മൾ പ്രവർത്തിക്കണം, പണിയെടുക്കണം. ആകെയുള്ള ഡിഫറൻസ്, മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ മറ്റുള്ള ആളുകളുടെ കഴിവിനെയും സമയത്തെയും നമുക്ക് ലഭിക്കണമെങ്കിൽ ഇവിടെ ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്യണം. ടീം വർക്കിലൂടെയാണ് മറ്റുള്ള ആളുകളുടെയും സമയത്തെയും നമുക്കിവിടെ ഫ്രീ ആയി കിട്ടുന്നത്. സ്വാഭാവികമായിട്ടും എന്റെയും നിങ്ങളുടെയും ഈ ബിസിനസ്സിലെ വിജയത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശക്തമായ ഒരു ടീമിന്റെ ഉടമയായി മാറുക. ബിസിനസ്സുകാരൻ മുതലാളി എന്ന് പറയുന്ന പോലെ ഇവിടെ ഒരു ടീമിന്റെ മുതലാളിയായിട്ട്, ഉടമയായിട്ട് നമുക്ക് മാറാൻ കഴിയണം. ആ അർത്ഥത്തിൽ അല്ലെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം
ശക്തമായ ഒരു ടീം ഉണ്ടാവണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രം പ്രവർത്തിച്ചാലോ തീരുമാനിച്ചാൽ മാത്രം അത് സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ടീം എന്ന് പറയുന്നത് വ്യത്യസ്തരായ ആളുകൾ ഒത്തുകൂടുന്ന, വ്യത്യസ്ത കഴിവുകളുള്ള, വ്യത്യസ്ത ആഗ്രഹങ്ങളുള്ള ഒട്ടനവധി ആളുകൾ ഒത്തുകൂടുന്ന ഒരു പ്രക്രിയയാണ് ടീം എന്ന് പറയുന്നത്. അതിന് മുൻകൈ എടുക്കേണ്ട, മുന്നിൽ നിൽക്കേണ്ട വ്യക്തിയാണ് ഞാൻ. എന്റെ ടീം എന്ന് പറയുന്നിടത്ത് ഞാനായിരിക്കണം അതിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി. സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ടീം ഉണ്ടാവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 8 കോർ സ്റ്റെപ്പിനെ കുറിച്ച് പറയും. ഒരു വ്യക്തി ഈ ബിസിനസ് കടന്നു വന്നാൽ ആ വ്യക്തി ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ ചെയ്യേണ്ട 8 കാര്യങ്ങൾ. ഒന്ന്, ആ വ്യക്തിക്ക് വ്യക്തമായ സ്വപ്നം ഉണ്ടായിരിക്കണം, ഡ്രീം ഉണ്ടായിരിക്കണം. ആ സ്വപ്നത്തെ ലക്ഷ്യമാക്കി മാറ്റാൻ കഴിയണം. സ്വപ്നങ്ങളുള്ളവർക്കാണ് ഈ ബിസിനസ്. 2, ആ സ്വപ്നങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. ആ കമ്മിറ്റ്മെന്റ് ഭാഗമായിട്ട് ഈ ബിസിനസ് നമ്മൾ ചെയ്യുന്ന ടീം ബിൽഡിങ്ങിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളുണ്ട്. 4 ബേസിക് എന്നാണ് പറയുന്നത്. ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ ആൻഡ് ഫോളോ. അപ്പോ ഞാൻ ഇപ്പൊ 6 സ്റ്റെപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഡ്രീം, കമ്മിറ്റ്മെന്റ്, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ. 7ാമത്തെ പ്രോഗ്രസ് ചെക്ക്. 8ാമത്തെ ഡ്യൂപ്ലിക്കേഷൻ. ഈ 8 അമൂല്യമായ 8 കോർ സ്റ്റെപ്പ് എന്നാണ് പറയുന്നത്. 8 അമൂല്യമായ പടികൾ ആരാണോ തരണം ചെയ്യുന്നത് അവരാണ് ഈ ബിസിനസ്സിലെ ജേതാവ്, വിജയി. അതിൽ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 4 ബേസിക്. ഈ 4 ബേസിക്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാളുടെ ടീം ഡെവലപ്പ് ചെയ്യുന്നത്. ഒരാൾ ഇവിടെ സക്സസ് ആവും. ആ 4 ബേസിക്കിൽ തന്നെ ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ, 4 കാര്യങ്ങൾ. അതിൽ 100 മാർക്കിന്റെ ഒരു ചോദ്യക്കടലാസായി നമുക്ക് കാണുകയാണെങ്കിൽ ഇതിനെ 10 മാർക്ക് ലിസ്റ്റ് ബിൽഡിങ്ങിന്, 10 മാർക്ക് ഇൻവിറ്റേഷന്, 20 മാർക്ക് ഷോ ദ പ്ലാന്, 60 മാർക്കും ഉള്ളത് ഫോളോ അപ്പ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി, ഫോളോ അപ്പിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് 100 മാർക്കിൽ 60 മാർക്കും ഫോളോ അപ്പിനാണ്. പക്ഷേ നമ്മളിൽ പല ആളുകളും ഈ 60 മാർക്ക് കിട്ടുന്ന ഈ ചോദ്യം കൃത്യമായിട്ട് ഉത്തരം എഴുതാറില്ല. ഈ 60 മാർക്ക് കിട്ടുന്ന ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം ഇല്ല എന്നതാണ്. പല ആളുകൾ അത് ആൻസർ ചെയ്യാറില്ല. അപ്പൊ ഈ 4 കാര്യങ്ങൾ, ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ, ഈ 4 കാര്യങ്ങൾ ആര് എത്ര വേഗത്തിൽ എത്രയധികം സ്വയം നടപ്പിലാക്കുന്നു, ടീമിലെ ആളുകളെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. ഇതാണ് 8ാമത്തെ സ്റ്റെപ്പ്. ടീമിലെ ആളുകളെ കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു, അവരാണ് ഈ ബിസിനസ്സിലെ ജേതാവ്. വലിയ വാഗ്മീയ ആയതുകൊണ്ടോ സാമ്പത്തികമായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് അസാമാന്യമായ മറ്റ് കഴിവുകൾ ഉള്ളതുകൊണ്ടോ ഈ ബിസിനസ്സിൽ വിജയിക്കണമെന്നില്ല. ഈ ബിസിനസ്സിലേക്ക് മമ്മൂട്ടിയോ മോഹൻലാലോ അല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി വന്നാലും കടന്നു വന്നാലും അവർ ചെയ്യേണ്ടത് ഈ സിസ്റ്റമാണ്, ഈ ഡ്യൂട്ടിയാണ്, ഈ കാര്യമാണ്. 8 കോർ സ്റ്റെപ്പാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്ന കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. 100 മാർക്കിൽ 60 മാർക്ക് കിട്ടുന്ന ഈ ആൻസർ അല്ലെങ്കിൽ ഈ ചോദ്യം, ഇതിന് ഉത്തരം നമ്മൾ കൃത്യമായിട്ട് എഴുതുമ്പോഴാണ് ഒരു ബിസിനസ് ക്ലോസ് ആവും. ഇന്ന് ഫോളോ അപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഫോളോ അപ്പിലൂടെയാണ്. വിവാഹം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മൂന്നാനുണ്ടെങ്കിൽ മൂന്നാൻ, അല്ലെങ്കിൽ ഏത് രീതിയിലായാലും നിരന്തരമായ ആദ്യം പെണ്ണ് കാണാൻ വരുന്നു, പിന്നെ തിരിച്ചു, അങ്ങനെ അതിന്റെ ഒരു ഫോളോ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. ഇനി ബാങ്കിൽ നിന്ന് നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ നമ്മൾ ലോൺ അപേക്ഷ വയ്ക്കുന്നു, പിന്നെ മാനേജറെ അല്ലെങ്കിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ട ആളുകളെ കൃത്യമായിട്ട് നമ്മൾ പ്രൂഫ് കൊടുക്കുന്നു, 1 by 1 ആയിട്ട്. ആ ഫോളോ അപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ജീവിതത്തിലെ ഏത് കാര്യം നിങ്ങൾ എടുത്തു നോക്കിയാലും ഫോളോ അപ്പിന് അതിൻ്റെതായ പ്രാധാന്യം. ഫോളോ അപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തികളാണ് അവർ ഉദ്ദേശിച്ച കാര്യത്തിൽ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഫോളോ അപ്പ് അലസമായി കണ്ടവരെല്ലാം തന്നെ അവർ ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അറിവുണ്ടാവാം, കഴിവുണ്ടാവാം. കൃത്യമായൊരു ഫോളോ അപ്പ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് നമ്മുടെ ടീം ബിൽഡിങ്ങിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നിങ്ങൾ കാണേണ്ട ഒരു വിഷയമാണ് ഫോളോ. എന്താണ് ഫോളോ അപ്പ്? മലയാളത്തിൽ അതിനെ നമ്മൾ വിവർത്തനം ചെയ്താൽ പിന്തുടരുക എന്നുള്ളതാണ്.
എന്ന് വരെ, എപ്പോൾ മുതൽ? ആദ്യത്തെ ചോദ്യം ഇതാണ്. എപ്പോൾ മുതൽ എന്നുള്ള ചോദ്യത്തിന് എപ്പോഴാണോ നിങ്ങൾ ഒരു വ്യക്തിയോട് ഈ അവസരം പ്രസന്റ് ചെയ്യുന്നത്, ഈ ഉൽപ്പന്നത്തെ പരിചയപ്പെടുത്തുന്നത്, ഈ കമ്പനിയെ പരിചയപ്പെടുത്തുന്നത്, ഈ ബിസിനസ് പ്ലാൻ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്, ആ സെക്കൻഡ് മുതൽ നിങ്ങൾ ഫോളോ അപ്പ് ആരംഭിക്കണം എന്നുള്ളതാണ്. എന്ന് വരെ, അവർ ഒരു ഡിസിഷൻ എടുക്കുന്നത് വരെ. ഇന്ന് വരെ എന്നുള്ള ചോദ്യം ഒരു തവണ, 2 തവണ, 3 തവണ എന്നുള്ളതല്ല. അവർ നമ്മോട് ഒരു ഡിസിഷൻ, നമ്മുടെ അടുത്ത് ഒരു ഡിസിഷൻ എടുക്കുന്നത് വരെ. 2 ഡിസിഷൻ ആണ് ഉണ്ടാവുക, അല്ലെ? യെസ് ഓർ നോ. അത് പറയുന്നത് വരെ ഫോളോ അപ്പ് തുടർന്നുകൊണ്ടേയിരിക്കണം. ഞാൻ ഇപ്പോഴും പല ആളുകളെയും ഫോളോ അപ്പിലാണ്. അവർ ഡിസിഷൻ എടുക്കണം വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോരുത്തരും ഓരോ രീതിയിലാണ് നമ്മൾ ഇടപെടുന്നുണ്ട്. അവരുടെ സാഹചര്യം വ്യത്യസ്തമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അവിടെ ക്ഷമയോടെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ക്ലോസിംഗിലേക്ക് നമ്മളെ അടുപ്പിക്കുള്ളൂ. അപ്പോ ഞാൻ പറഞ്ഞു, ഫോളോ അപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്തുടരുക എന്നുള്ളതാണ്. എപ്പോൾ തുടങ്ങണം? പ്ലാൻ കൊടുത്ത് ആ സെക്കൻഡ് മുതൽ. ഈ ഫോളോ അപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഒരു വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾ പ്ലാൻ കൊടുക്കുന്നു, നിങ്ങൾ അപ്ലൈനായിട്ടും പോകുന്നു. 2 സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ഒരു പ്ലാൻ, നമ്മൾ കൊടുത്ത പ്ലാൻ ഫോളോ അപ്പ് ചെയ്യുന്ന രീതിയുണ്ട്. നമ്മളുടെ അസോസിയേറ്റ്, ഡൗൺലൈൻ ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്ത ഒരു പ്ലാൻ, അവിടെ നമ്മൾ ഫോളോ അപ്പിന് ചെയ്യുന്ന രീതിയുണ്ട്. രണ്ടും 2 രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏത് കസ്റ്റമറെ കാണാൻ പോവുകയാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം, നോ യുവർ കസ്റ്റമർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ കൂടെയാണ് പോകുന്നതെങ്കിൽ അവരോട് പോകുന്ന സ്ഥലത്തെ കുറിച്ച് കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കും. ആ വ്യക്തിയുടെ ഏകദേശ ഒരു രൂപം നമുക്ക് കിട്ടണം. അദ്ദേഹം എന്ത് ചെയ്യുന്നു, ഏത് പ്രായക്കാരനാണ്, എത്രക്കാരനാണ്, ഫാമിലി, അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമാണ് ഫോളോ അപ്പ് നമുക്ക് ഈസി ആക്കിയിട്ട് ക്ലോസിംഗിലേക്ക് എത്തിക്കാൻ പറ്റുക. കാരണം ഈ ബിസിനസ് അവർ ഏറ്റെടുക്കണമെങ്കിൽ അവരുടെ ഒരു പ്രശ്നത്തിന്, അതായത് 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ ഭൂമിയിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഒരു അവസരത്തെ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ക്യാഷ് മുതൽ മുടക്കുന്നത്, നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പൈസ നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി ചെലവാക്കുന്നത് 2 റീസൺ ആണ്. ബേസിക് റീസൺ 2 ആണ്. നമ്മൾ ഏത് രോഗത്തിന് ബ്ലഡ് സർക്കുലേഷൻ, ലാക്ക് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ ആണ് റീസൺ എന്ന് പറയുന്ന പോലെ, നമ്മൾ ഒരു ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ പൈസ ചെലവാക്കണമെങ്കിൽ ബേസിക് ആയി 2 കാര്യമുള്ളൂ. ഒന്ന്, നമ്മൾ അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിന് അതൊരു പരിഹാരമാണ്. നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിന് അത് പരിഹാരമാകണം. വളരെ പ്രധാനപ്പെട്ടതാണ്. 99% ആളുകളുടെ ഒരു ബൈയിങ്, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വാങ്ങുന്നതിന്റെ പൈസ ചെലവാക്കുന്നതിന്റെ അടിസ്ഥാനം ഇതാണ്. ലക്ഷങ്ങൾ ലോൺ എടുത്ത് നമ്മളൊരു വീട് വെക്കുന്നത് അതിനൊരു റീസൺ ഉണ്ട്. ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രശ്നത്തിന് പരിഹാരമാവും. രണ്ടാമത്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അവർക്ക് സന്തോഷം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പൈസ ചെലവാക്കുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമ്മൾ നമ്മുടെ പോക്കറ്റിലെ പണം ചെലവാക്കാറുള്ളൂ. വീട് വെക്കുന്നതും, കാറ് വാങ്ങുന്നതും, ഡ്രസ്സ് വാങ്ങുന്നതും, മരുന്ന് വാങ്ങുന്നതും, മറ്റൊരാളെ സഹായിക്കുന്നതും എല്ലാം ഈ 2 കാര്യങ്ങൾ കൂടെ തന്നെയാണ്. വെറുതെ ഒരാൾക്ക് നമ്മൾ സഹായിക്കുകയാണ്, അപ്പോൾ പോലും അതിലൂടെ നമുക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ബിസിനസ് ഒരു വ്യക്തി ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രശ്നത്തിനുള്ള ഒരു പരിഹാരമായിട്ട് ഇതിനെ അവതരിപ്പിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അവരുടെ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരമായിട്ട്, അവർ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായിട്ട് ഈ ബിസിനസ്സിനെ, ഈ ഉൽപ്പന്നങ്ങളെ, ഈ കമ്പനിയെ പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയണം. പല ആളുകളും മണിക്കൂറുകളോളം വീടുകളിൽ പോയിട്ട് സംസാരിക്കും. കാലത്ത് പോയി ചായ കുടിക്കാൻ ഇരുന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് അവിടുന്ന് പോരും. പരിചയക്കാരുടെ അടുത്തേക്കല്ല പോകുന്നത്, ബന്ധുക്കളുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ വർത്താനം പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള മുഴുവൻ അറിവ് വിളമ്പലല്ല ഫോളോ അപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ സാഗർ ജോഷി സാറുടെ A to Z എന്നുള്ള ആ
വീഡിയോ നമ്മൾ കണ്ട് മനഃപ്പാഠമാക്കി അത് മുഴുവൻ അവിടെ വിളമ്പണം നിർബന്ധമില്ല. അവർക്ക് ആവശ്യമുള്ളത് അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കുക. അവർക്ക് വേണ്ടി അവരോട് സംസാരിക്കാൻ നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഫോളോ അപ്പ് വിജയിക്കുള്ളൂ. അപ്പൊ ആ വ്യക്തിയുടെ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ടായിരിക്കണം ഫോളോ അപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മുടെ അറിവ് വിളമ്പലല്ല. പലപ്പോഴും പല ആളുകൾക്കും പറ്റുന്ന ഒരു ചതി, മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്റെ കയ്യിലുള്ള മുഴുവൻ അറിവും അവിടെ വിളമ്പുക എന്നുള്ളതാണ്. അവർക്ക് ആവശ്യമുള്ളത് അത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ പറയാറുണ്ട്, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പ് പാടില്ല. ആളുകൾ വ്യത്യസ്തരാണ്, അവരുടെ ആവശ്യങ്ങൾ വ്യത്യസ്തരാണ്. ചില ആളുകൾ പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വരുമാനത്തിലായിരിക്കും അവരുടെ ഫോക്കസ്. ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഒരിക്കലും ഈ ബയോട്ടോറിയം ഏറ്റെടുത്തിരിക്കുന്നത് ഇതിന്റെ പ്രൊഡക്റ്റിന്റെ മഹാത്മ്യത്തെക്കാൾ ഉപരി ഇതിന്റെ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. സത്യത്തിൽ ഞാൻ കൂടുതൽ ആവേശഭരിതനായത് ഈ ബിസിനസ്സിൽ 100% ഡെഡിക്കേറ്റഡ് ആയത് ഇതിന്റെ റീപർച്ചേസ് പ്ലാനിന്റെ ബ്യൂട്ടിയിലാണ്. അപ്പൊ പലരും പല രീതിയിലാണ്. ഇതിൽ തന്നെ പല ആളുകൾ ഉൽപ്പന്നം, എനിക്ക് പൈസ ഒന്നും വേണ്ട, ഒരു 10 രൂപ എനിക്ക് കിട്ടുന്ന താല്പര്യമില്ല, ഉൽപ്പന്നം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്ന ആളുകളും ധാരാളമുണ്ട്. അപ്പൊ ഓരോ ആളുകളും വ്യത്യസ്തരാണ്. ചില ആളുകൾ ഇതിൽ കടന്നു വരുന്നത് എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ലാതെ അവരുടെ മാനസിക സംഘർഷത്തെ ലഘൂകരിക്കുക, 4 ആളുകളെ കണ്ട് സന്തോഷത്തോടെ ഇടപഴകാനായിട്ട്. ഇന്ന് ഈ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ആളുകളിൽ തന്നെ എല്ലാവരും ബിസിനസ് ലക്ഷ്യത്തോടെ അല്ല. അവര് ഒരു ക്ലബിൽ പോണ പോലെ, നമ്മൾ പറയില്ല ലയൺസ് ക്ലബിൽ പോണ പോലെ BOP സെന്ററിലേക്ക് വരുന്ന ആളുകളെ കാണാം. അത് ആഴ്ചയിൽ ഒരിക്കൽ ഒന്ന് വരിക, അതിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകളുണ്ട്. അപ്പോ ആളുകളെല്ലാം വ്യത്യസ്തരാ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന വ്യക്തിയുടെ ഒരു കാരണത്തെ ഒരു റീസൺ അവരിൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ മാത്രമേ ഫോളോ അപ്പ് വിജയിക്കുള്ളൂ. വൈ? ആ ഒരു ചോദ്യം, അവരെന്തിനു വേണ്ടി ബിസിനസ് ചെയ്യണം എന്ന് ഞാൻ ആദ്യം എന്നോട് ചോദിക്കണം. ആ ഉത്തരമായിരിക്കണം അവർക്ക് നമ്മൾ കൊടുക്കേണ്ടത്. അതായിരിക്കണം അവരുടെ ക്ലോസിംഗ്. അവിടെയാണ് ക്ലോസിംഗിലേക്ക് അവരെത്തിക്കുന്നത്. അപ്പൊ ഈ ഫോളോ അപ്പ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട 2-3 തയ്യാറെടുപ്പുകൾ നടത്തണം. ഒന്ന്, ആ വ്യക്തിയെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ നേരത്തെ പറയണ്ടായി, ഒരു ഫോളോ അപ്പ് എപ്പോൾ തുടങ്ങി എപ്പോൾ അവസാനിക്കണം. പ്ലാൻ കൊടുത്ത ആ സെക്കൻഡ് മുതൽ അതിന്റെ ഏറ്റവും നല്ല പീരീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ 24 മണിക്കൂറാണ്. ആ ആദ്യത്തെ 24 മണിക്കൂർ കഴിഞ്ഞാൽ മാക്സിമം 48 മണിക്കൂർ. അതിനപ്പുറം ഫോളോ അപ്പ് ഒരിക്കലും വൈകിച്ചൂടാ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ചിന്തകൾ, ആയിരക്കണക്കിന് ചിന്തകളാണ് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. ഓരോ സെക്കൻഡ് കഴിയും തോറും, ഓരോ മണിക്കൂർ കഴിയും തോറും നമ്മൾ ഇതിൽ നിന്ന് അകന്നു തുടങ്ങും. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഉള്ള മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കയറി വരാൻ തുടങ്ങും. അപ്പോ നിയോ ഡൈമയും നമ്മുടെ ഈ ബയോട്ടോറിയം അതിന്റെ സ്ഥാനം പിറകിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും വേഗത്തിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. ഇവിടെ നമ്മുടെ ഇടയിൽ തന്നെയുള്ള ആളുകൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇന്നലെ അവരോട് പ്ലാൻ പറഞ്ഞല്ലേ ഉള്ളൂ സാറേ, നമ്മൾ എന്തിനെത്ര ധൃതി കൂട്ടുന്നു? ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ പറയും, ഇന്നലെ കണ്ട ആളെ കാണണ്ടേ, ഫോളോ അപ്പ് ചെയ്യണ്ടേ? അപ്പൊ അവർ പറയുന്ന കാര്യം, ഇന്നലെ പ്ലാൻ കൊടുത്തല്ലേ ഉള്ളൂ, ഈ ബിസിനസ് പ്രസന്റ് ചെയ്തുള്ളൂ, ഇപ്പൊ ഇന്നേക്ക് എന്തിനു വേണ്ടി ഫോളോ അപ്പ് ചെയ്യണം? തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന്, അതായത് ഇന്ന് ആണ് നിങ്ങൾ ഉച്ചതിരിഞ്ഞാണ് പ്ലാൻ കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറയുക, നാളെ അതിരാവിലെ നിങ്ങൾ അവരെ കണ്ടിരിക്കണം. ഫോളോ അപ്പുകൾ എപ്പോഴും നല്ലത് മോർണിംഗ് സമയത്താണ്. പറ്റുമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും നല്ല സമയം. ആ ഫ്രഷായ മൈൻഡ് സെറ്റിൽ കൊടുക്കുകയാണ് നല്ലത്. അപ്പൊ എപ്പോൾ ഫോളോ അപ്പ് ചെയ്യണം ചോദിച്ചാൽ മാക്സിമം 24 മണിക്കൂർ. അതിനപ്പുറം കടന്നാൽ 48 മണിക്കൂറിന് അപ്പുറത്തേക്ക് നിങ്ങൾ നീട്ടിവെക്കാൻ ഒരിക്കലും പാടില്ല എന്നുള്ളതാണ്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ്, ഫോളോ അപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ പ്ലാൻ പറയാതിരിക്കുക എന്നുള്ളതാണ്, പ്രസന്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഫോളോ അപ്പിലൂടെ മാത്രമേ നമുക്ക് റിസൾട്ട് എടുക്കാൻ സാധിക്കുള്ളൂ. അടുത്തത്, ഫോണിൽ കൂടെ ഒരിക്കലും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യരുത്. ഒരു 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള വ്യക്തിയെ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ ബൈക്കിലോ കാറിലോ പോയി കാണുമ്പോൾ നമുക്കൊരു എക്സ്പെൻസ് വരും, സമയം എക്സ്ട്രാ ചെലവാകും. അപ്പൊ നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്, നേരിട്ട് പോയാലും പറയാനുള്ള കാര്യം ഇത് തന്നെയല്ലേ,
ഇത് ഇവിടെ വീട്ടിലിരുന്നുകൊണ്ട് ഒരു കോള് വിളിച്ചാൽ കാര്യം നടക്കില്ലേ? നമ്മൾ ചിന്തിക്കുന്ന കാര്യമാണ്. പല ആളുകൾ ഇന്ന് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെയാണ്. നിങ്ങൾ അത് നിർത്തണം, ദയവ് ചെയ്ത് അത് നിർത്തണം. കണ്ണിൽ നോക്കി ഫേസ് ടു ഫേസ്, മുഖത്ത് നോക്കി നിങ്ങൾ സംസാരിക്കണം. നിങ്ങളെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് വെറും വാക്കുകളല്ല, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയിലുള്ള ഒരു വികാരം, എന്റെ ചിന്തയുണ്ട്, എനർജി ഉണ്ട്, അത് അവരിലേക്ക് നേരിട്ട് പാസ് ചെയ്യുക എന്നുള്ളതാണ് ഫോളോ അപ്പിന്റെ വിജയം. ഫോണിലൂടെ അതൊരിക്കലും സാധ്യമല്ല. ഫോണിലൂടെ നുണ പറയാൻ എളുപ്പമാണ്. ഞാനിവിടെ ഇല്ല. പല ആളുകളും വിളിക്കുമ്പോൾ പറയുന്ന വാചക, ഞാൻ ഇവിടെ സ്ഥലത്തേ ഇല്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പ്ലാൻ കൊടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ നേരിട്ട് ഫേസ് ടു ഫേസ്, വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ സംസാരിക്കണം. അവരെ കണ്ണിൽ നോക്കി സംസാരിക്കണം, മുഖത്ത് നോക്കി സംസാരിക്കണം. നമ്മളെ ആ എനർജി പാസ് ചെയ്യണം, നമ്മുടെ ആ വികാരം, ഈ ബിസിനസ്സിനോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് നമ്മൾ പാസ് ചെയ്യണം. അപ്പോഴാണ് അവർ ഡിസിഷൻ എടുക്കുക. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ്. കാരണം അവരുടെ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് തരികയാണ്, അവർ 100 വട്ടം ആലോചിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുതകുന്ന രീതിയിൽ നമ്മൾ പെരുമാറണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും ക്ലോസിംഗ് നടക്കാതെ പോകുന്നത് അവർക്ക് ഉൽപ്പന്നമോ ഈ അവസരമോ ആവശ്യമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഞാൻ ഇങ്ങനെ പറയും, നമ്മള് വെട്ടുന്ന മരങ്ങള് മുറിയാത്തതിന്റെ കാരണം നമ്മുടെ കോടാലിക്ക് മൂർച്ച പോരാത്തത് കൊണ്ടാണ്, നമ്മുടെ ആയുധത്തിന് മൂർച്ച ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നിങ്ങളുടെ മൂർച്ച കൂടണം. നിങ്ങളുടെ വാക്കുകള്, നിങ്ങളുടെ ഡ്രസ് കോഡ്, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ എനർജി ലെവൽ, ഇതാണ് ഒരാളെ ആകർഷിക്കുക. ഇവിടെ ഫോണിലൂടെ ഇതൊന്നും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഫോണിൽ കൂടെയുള്ള ഫോളോ അപ്പ് നിർത്തുക. നിങ്ങൾ എടുക്കേണ്ട എഫർട്ട് ഇടുക, കൃത്യമായിട്ട് എടുക്കേണ്ട എഫർട്ട് നിങ്ങൾ ഇട്ടേ മതിയാവും. കാരണം അവിടെ പോയി അപ്ലൈനെയും കൂട്ടി ഫോളോ അപ്പ് ചെയ്യാൻ പോകുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. തുടക്കക്കാർ പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് ഒരിക്കലും ഫോളോ അപ്പിന് പോവാതിരിക്കുക, ഒരാളെ കൂടെ കൊണ്ടുപോവുക. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ അപ്ലൈ എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ഒരാളുടെ കൂടെ പോകുന്നതെങ്കിൽ ആ കസ്റ്റമറെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. അവരുടെ വീട്ടിൽ ആരുണ്ട്, അവരുടെ സാമ്പത്തികാവസ്ഥ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാവുമ്പോൾ അവിടെ ചെന്ന് അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് അവരുടെ റീസൺ നമുക്ക് ബോധ്യപ്പെടും. ഏറ്റവും നല്ല മാർഗം നമുക്ക് ഒരാളെ മനസ്സിലാക്കാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മളൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് എങ്ങനെ പോകുന്നു ലൈഫൊക്കെ, നമ്മൾ പറയും, പല ആളുകളും പറയും കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തോ ഒരു കുഴപ്പം അവിടെ ഉണ്ട് എന്നുള്ളത്. അടുത്ത ബന്ധമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മളോട് പറയും, നിനക്ക് അറിഞ്ഞൂടെ ആകെ പ്രശ്നത്തിലാണ്. പല ആളുകളും നമ്മൾ തുറന്ന മനസ്സോട് സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് അവരുടെ ഒരു റീസൺ അതിൽ പിടികിട്ടും. നമ്മൾ പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുന്ന സമയമാണെന്ന് വിചാരിച്ചോളൂ. പ്ലാൻ പ്രസന്റേഷനിൽ നമ്മൾ ഇങ്ങനെ ഓരോ ഉൽപ്പന്നങ്ങൾ പറഞ്ഞു പോയി അവസാനം അൾട്രാബറി അല്ലെങ്കിൽ മോർ പവർ പറയുന്ന സമയത്തായിരിക്കും ആ കസ്റ്റമർ നമ്മളോട് ചോദിക്കുക, ഇത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് ഉപയോഗിച്ചാൽ BP ഗുണമുണ്ടോ? നിങ്ങൾ പറഞ്ഞില്ല, കയ്യിൽ കെട്ടുന്നത് ഉപയോഗിച്ചാൽ BP എന്തെങ്കിലും ഗുണം ഉണ്ടാവും. അല്ലെങ്കിൽ ചില ആളുകൾ ചോദിക്കും തൈറോയിഡിന്, വെരിക്കോസ് വെയിൻ, എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നത് കാണാം. അതായത് ഇതിനെ പറയുക ബൈയിങ് സിഗ്നൽ എന്നാണ് പറയുക. ഹലോ എന്നാണ് പറയുക, ബൈയിങ് സിഗ്നൽ. അവർ ഉൽപ്പന്നത്തെ ഇഷ്ടപ്പെടാൻ കഴിഞ്ഞു, അവർ ഉൽപ്പന്നം വാങ്ങാനുള്ള സിഗ്നൽ നമുക്ക് തന്നു എന്നുള്ളതാണ്. ഇത്തരത്തില് ഫോളോ അപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ്, കസ്റ്റമർ എപ്പോൾ ബൈയിങ് സിഗ്നൽ നമുക്ക് തരുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ അതിന്റെ, അതായത് ക്യാഷ് ചോദിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അവര് നമുക്ക് എന്ത് തരില്ല, പണം തരില്ല. നമുക്ക് അതിലേക്ക് വരാം. എപ്പോഴാണ് ബൈയിങ് സിഗ്നൽ വരിക? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരു കലയാണ്, ഇതൊരു പ്രോസസ്സാണ്. ഈ ഫോളോ അപ്പില് ആദ്യം തന്നെ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നു, അല്ലെ? നമ്മുടെ ഡൗൺലൈനിന്റെ കൂടെ കയറി ചെല്ലുകയാണ്. നിങ്ങൾ ഗേറ്റ് തുറക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. കോളിംഗ് ബെൽ അടിക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതി തുടർച്ചയായിട്ട് അടിച്ചുകൊണ്ടിരിക്കരുത്. ഏതോ ഒരു സിനിമയിൽ ജഗതി ചെയ്യുന്ന പോലെ.
ഒരു കോൾ അടിച്ചു, നമ്മൾ വെയിറ്റ് ചെയ്യുക, അവരെന്തെങ്കിലും ഉള്ളിൽ തിരക്കിലായിരിക്കും. അതുപോലെ നമ്മുടെ ഡ്രസ് കോഡ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു. സോക്സ് ധരിക്കുന്ന ആളുകൾ, ഷൂ ധരിച്ചു പോകുന്ന ആളുകൾ, ആ സോക്സ് ഒക്കെ നല്ല മണം വരാത്ത വൃത്തിയുള്ളതായിരിക്കണം. ചില ആളുകളുടെ സോക്സ് ഷൂ ഊരി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സോക്സിന്റെ ഉള്ളിൽ നിന്ന് പാമ്പ് പുറത്തേക്ക് വരും, ഓട്ട, സോക്സിന് ഓട്ട, നമ്മുടെ വിരല് പുറത്തേക്ക് വരും. നമ്മൾ സംസാരിക്കുന്നത് വർഷത്തിൽ 5.5 കോടി കിട്ടുന്ന ബിസിനസ്, 5.5 കോടി കിട്ടാവുന്ന ഒരു ബിസിനസ് ആശയം ഈ വന്ന ആളുടെ കാലിന്റെ സോക്സ് കീറി പറഞ്ഞത്. അപ്പൊ നമ്മൾ പുതിയതും വില കൂടിയതും വേണമെന്നുള്ളതല്ല, ഉള്ളത് വളരെ നീറ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രസ് കോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമുക്ക് ഉണ്ടാക്കും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഏറ്റവും ആദ്യം നമ്മുടെ ആ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു വീട്ടിൽ നമ്മൾ കയറി ചെന്നാൽ ഒരിക്കൽ പോലും നമ്മുടെ ഇരിപ്പിടം അവരുടെ വീടിന്റെ ഉള്ളിലേക്ക് നമ്മുടെ നോട്ടം എത്തുന്ന രീതിയിലായിരിക്കരുത്. പ്ലാൻ പ്രസന്റേഷൻ ആയിക്കോട്ടെ, ഫോളോ അപ്പിലായിക്കോട്ടെ, ഇത് വളരെ ശ്രദ്ധിക്കണം. അവരുടെ സ്വകാര്യതയിലേക്ക് നമ്മുടെ നോട്ടം ഒരിക്കലും എത്താൻ പാടില്ല. നമ്മുടെ നോട്ടം എപ്പോഴും പുറത്തേക്കായിരിക്കും. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് അവർക്ക് അസ്വസ്ഥത ഉണ്ടാകും. നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ആ ചുറ്റുപാടും ഒന്ന് വീക്ഷിക്കുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് അവിടെ ഈ കസ്റ്റമറുമായിട്ട് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ടെക്നിക്കൽ വേർഡ് എന്ന് പറയുന്നത് റാപ്പോ ബിൽഡിംഗ് നടക്കണം. അതായത് എന്താണ് റാപ്പോ ബിൽഡിംഗ് എന്ന് ചോദിച്ചാൽ, ഞാനും ആ കസ്റ്റമറും തമ്മിൽ മാനസികമായ ഒരേ തലത്തിലേക്ക് എത്തണം. അതായത് അവർ എന്നെ സ്വീകരിക്കണം. നിങ്ങൾ ഒരു ഉൽപ്പന്നം വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഉൽപ്പന്നത്തെ എല്ലാം അവർ ആദ്യം ബൈ ചെയ്യുന്നത് നിങ്ങളെയാണ്. നിങ്ങളെ സ്വീകരിച്ചാൽ മാത്രമേ അവർ ഉൽപ്പന്നം വാങ്ങുള്ളൂ. അതായത് എനിക്ക് എന്നെ വിൽക്കാൻ കഴിഞ്ഞാൽ മാത്രമേ എന്റെ ഉൽപ്പന്നം വിറ്റുപോകുള്ളൂ, സെയിൽ നടക്കുള്ളൂ. അപ്പൊ അതിന് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു റാപ്പോ ബിൽഡിംഗ് ആണ്. റാപ്പോ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനും അവരും തമ്മിൽ ഒരു മാനസിക അവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ ആദ്യമായിട്ട് കയറി ചെല്ലുമ്പോ, ഇന്നലെ അവൻ ഡിസ്ട്രിബ്യൂട്ടർ വന്ന് പ്ലാൻ പറഞ്ഞു, പിറ്റേ ദിവസം അപ്ലൈനും കൂട്ടി ചെല്ലുകയാണ്. ആ കസ്റ്റമർ ധരിക്കുന്ന ഒരു ചിന്താഗതി ഉണ്ട് ആ സമയത്ത്. എന്താണ് ധരിക്കുക? ഇവൻ എന്നെ പെടുത്താൻ വേറെ ഒരുത്തിനും കൊണ്ടുവന്നേക്കുകയാണ്, കീരി പോയി ചെങ്കീരിനെ കൊണ്ടുവരികയാണ്. ഇതാണ് അവരുടെ ചിന്താഗതി. എന്നെ പെടുത്താനായിട്ട് ഒരുത്തൻ പാന്റും ഷർട്ടും കോട്ടൊക്കെ ഇട്ട് വരുന്നു, അവനുള്ളത് ഇപ്പൊ ഞാൻ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആള് നിൽക്കുന്നുണ്ടാവുക. അപ്പൊ അവർക്ക് ഒരിക്കലും നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മളെ സ്വീകരിക്കില്ല. അവരെ മുഖത്ത് നോക്കിയാൽ നമുക്കറിയാം. വീട്ടിൽ കാരണന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഗൗരവത്തോടെ നടക്കുന്നത് കാണാം. അതിന് ഇതിലും ചിലപ്പോ വൈഫ് ഒന്ന് വെറുതെ ഇതിലെ വരും, അതിലെ പോവും. നിങ്ങൾ എപ്പോഴും ഫാമിലി മെമ്പേഴ്സിനെ കൂടെ നമ്മളെ ഈ പ്രസന്റേഷന്റെ അടുത്ത് വിളിച്ചിരുത്തണം. ഫോളോ അപ്പിലായാലും പ്ലാൻ പ്രസന്റേഷൻ ആയാലും. ഒരു പക്ഷേ അവർക്കായിരിക്കും ഇത് ക്ലിക്കാവും. അപ്പൊ സ്വാഭാവികമായിട്ടും റാപ്പോ ബിൽഡിങ്ങിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അവരെ കൊണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമുള്ള ഏറ്റവും നല്ല കാര്യം, ഏറ്റവും ആദ്യം ഒരു പരിചയമില്ലാത്ത വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയോട് ചോദിക്കാൻ പറ്റുന്ന അവർക്ക് ഇഷ്ടമുള്ള കാര്യം അവരുടെ പേര് തന്നെയാണ്. കൃത്യമായിട്ട്, അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പേര് എന്ന് പറയുന്നത് എന്റെ പേര് സുരേഷ് എന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങൾ എന്നെ കുറിച്ച് പറയുന്നതാണ്. നമ്മൾ കസ്റ്റമർ കുറിച്ച് അവരോട് ചോദിക്കുക, അവരുടെ വീട്ടുവിശേഷങ്ങൾ. ജസ്റ്റ് ഏറ്റവും സന്തോഷകരമായ കാര്യം, കുട്ടികൾ എന്ത് ചെയ്യുന്നു. അതുപോലെ ആ വീട്ടിൽ കയറി ചെല്ലുന്ന സമയത്ത് ഷെൽഫില് കുറെ മെഡലുകൾ ഇരിക്കുന്നുണ്ട്, കുട്ടികളുടെ ഫോട്ടോ ഇരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം. അത് റാപ്പോ ബിൽഡിങ്ങിന്റെ ഏറ്റവും നല്ല കാര്യം. ഞാൻ ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല മെത്തേഡാണ്. അപ്പോ മെഡലിട്ട് അവരുടെ മകനോ മകളോ ആ ഫോട്ടോയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുന്നു, ആരാണ് ഈ മിടുക്കി, അല്ലെങ്കിൽ ആരാണ് ഈ മിടുക്കൻ? അപ്പൊ അവര് വളരെ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അഭിമാനത്തോടെ പറയും, എന്റെ മകളാണ്, അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്, അവൾക്ക് ഇന്ന കാര്യത്തിന് കിട്ടിയത് പാട്ട് പാടിയപ്പോ കിട്ടിയതാണ്, അല്ലെങ്കിൽ ഇന്ന കാര്യത്തിന് കിട്ടിയതാണ്. അവര് നമ്മളിലേക്ക് അടുക്കാൻ തുടങ്ങും. ഇതാണ് റാപ്പോ ബിൽഡിങ്ങിന്റെ ആദ്യഘട്ടം. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് സംസാരിക്കും. സെയിൽസ് ക്ലോസിംഗ് ഫോളോ അപ്പിലെ ബേസിക് ബാലപാഠം അതാണ്. ചെന്ന വശം ക്യാഷ് ചോദിക്കലല്ല, ചെന്ന വശം നിയോഡൈമയും പറയലല്ല. നമ്മൾ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും നല്ലൊരു അടുപ്പുണ്ടാക്കുകയാണ്. നല്ലൊരു പുഞ്ചിരി, നല്ലൊരു ഹസ്തദാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനുശേഷം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കുക. ഇനി ആ വീട് കണ്ടു,
ആ വീടിന്റെ പെയിന്റിങ് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു എന്തെങ്കിലും ഒരു ഷെൽഫിൽ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ആ വീടിന്റെ ഡിസൈനിങ്ങോ ഒരു പോസിറ്റീവ് എനർജി നുണ ഒരിക്കലും പറയരുത്. ഉള്ള കാര്യത്തെ നല്ല രീതിയിൽ എഡിഫൈ ചെയ്യാം. പല വീടുകളിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പെയിന്റിങ് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ, നിങ്ങളുടെ ഈ വീടിന്റെ പ്ലാൻ വളരെ ഗംഭീരമായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി പറയില്ല, ഉള്ളത് നന്നാക്കി പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ നമ്മളിലേക്ക് അടങ്ങും. ഫസ്റ്റ് ഘട്ടം അതാണ്, റാപ്പ ബിൽഡിങ്. അവരുമായിട്ട് നല്ലൊരു മാനസിക ഐക്യം ഉണ്ടാക്കും. നമ്മുടെ മുന്നിലിരിക്കുന്ന കസ്റ്റമർ 3 ഘട്ടങ്ങളാണ്, അതായത് ഒരു മനുഷ്യനെ സെയിൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് 3 ഘട്ടങ്ങളിലേക്ക് തരംതിരിക്കാം. ഒന്ന്, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയും, കുട്ടികളുടെ അവസ്ഥ. എന്താണ് കുട്ടികളുടെ അവസ്ഥ? ഒരു കുട്ടിയെ ഒരു പൂരപ്പറമ്പിലേക്ക് വിട്ടാൽ എല്ലാ കളിപ്പാട്ടവും വാങ്ങും. അതായത് ഒരു കസ്റ്റമർ ബേസിൽ നോക്കുന്ന സമയത്ത് കുട്ടികളുടെ മാനസികാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യുക. അപ്പൊ പൈസയെ കുറിച്ച് പ്രശ്നമില്ല. ഒരു കൊച്ചുകുട്ടിയുടെ കയ്യില്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് ധാരണയുണ്ട്, ഒരു 500 നോട്ടും ഒരു നമ്മളൊരു എക്ലയറും ഒരു 40 രൂപ മാത്രം വില വരുന്ന ഒരു മഞ്ചോ എന്തെങ്കിലും ഒരു സാധനം 500 നോട്ടും നീട്ടി കഴിഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ഏത് വാങ്ങും? തീർച്ചയായിട്ടും അവർ ആ മഞ്ച് വാങ്ങും. കാരണം അവർക്ക് അതാണ് ഇഷ്ടം. അവർക്ക് ഈ 500 കൊണ്ട് 50 മഞ്ച് വാങ്ങാമെന്ന് അവർക്ക് അറിയില്ല. അപ്പൊ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് നമ്മൾ അവരെ എത്തിക്കുമ്പോഴാണ് പണം ഒരു പ്രശ്നമില്ലാണ്ട് മാറും. അവിടെയാണ് ബൈയിങ് നടക്കുക. ബലൂൺ വാങ്ങുന്നു, PP വാങ്ങുന്നു, മറ്റ് കളിപ്പാട്ടങ്ങൾ വാങ്ങുന്നു. ഈ കുട്ടികളുടെ മാനസികാവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് വർക്ക് ഉണ്ട്, കുറച്ച് പണികൾ നമ്മൾ എടുക്കണം. ഒരിക്കലും നമ്മൾ ചെല്ലുന്ന കസ്റ്റമർ വരൂ പൈസ കൊണ്ടുപോളൂ അങ്ങനെ ഒരാളും പറയാറില്ല. ഒരാളും അങ്ങനെ പറയാറില്ല. ഫസ്റ്റ് അവരുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്, അഡൾട്ട് ഈഗോ സ്റ്റേറ്റ്, പാരന്റ് ഈഗോ സ്റ്റേറ്റ്. ഈ 3 അവസ്ഥകളുണ്ട്. കുട്ടികളുടെ മാനസികാവസ്ഥ, രണ്ടാമത് അഡൾട്ട്, ഒരു പ്രായപൂർത്തിയായ വ്യക്തിയുടെ അവസ്ഥ. ആ അവസ്ഥയിൽ കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവും, ഗ്രഹിക്കാൻ തയ്യാറാവും. അടുത്തതാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ്. ആ അവസ്ഥയിൽ നിഷേധിക്കുകയാണ് ചെയ്യുക. ഞാൻ ഇത് ലോകം കുറെ കണ്ടതാ, അങ്ങനെ ഉണ്ടായിരുന്നാണ്, ഇങ്ങനെ ഉണ്ടായിരുന്നാണ്, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു എല്ലാത്തിനെയും എതിർക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ് ഉണ്ടായിരിക്കുക അവര്. ഈ അവസ്ഥയിലായിരിക്കും നമ്മൾ ആദ്യമായിട്ട് ചെല്ലുന്ന സമയത്ത് നമ്മുടെ മുന്നിലുള്ള കസ്റ്റമർ. ആ വ്യക്തിയെ നമ്മൾ പതുക്കെ ഈ പറയുന്ന കുട്ടിയുടെ മാനസികാവസ്ഥയിൽ എത്തിക്കണം. അതിനുള്ള ഒരു കാര്യമാണ് നമ്മൾ പറഞ്ഞത് ആദ്യം, റാപ്പോ ബിൽഡിങ്. അതായത് കൃത്യമായിട്ട് അവരുമായിട്ട് നമ്മൾ മാനസികമായിട്ട് ഒരേ തലത്തിലേക്ക് എത്തണം. നമ്മളെ അവർ സ്വീകരിക്കണം. പേര് ചോദിച്ചു, അവരുടെ വിശേഷങ്ങൾ ചോദിച്ചു, നമ്മൾ അവിടെ 1-2 നല്ല മാന്യമായ രീതിയിലുള്ള എഡിഫിക്കേഷൻ, നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു. പതുക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പൊ അവർ കേൾക്കാൻ തയ്യാറാവും. അതാണ് അഡൾട്ട് ഈഗോ സ്റ്റേറ്റിലേക്ക് അവർ വരികയാണ്. അവിടെ കാര്യങ്ങൾ അവർ കേട്ടു തുടങ്ങും. അപ്പോൾ അവിടെ മാത്രമാണ് നമ്മൾ ബിസിനസ് സംസാരിക്കുന്നത്, നമ്മുടെ ഡീറ്റെയിൽസ് സംസാരിക്കുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ അവരുടെ കാരണത്തെ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മൾ പലരോടും ചോദിക്കുന്ന ചോദ്യമാണ്, ഇപ്പൊ 10 ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യതയുണ്ട്, ഇപ്പൊ ഉള്ള ജോലി വച്ചുകൊണ്ട് ഈ ബാധ്യത നിങ്ങൾക്ക് എന്ന് വീട്ടാൻ പറ്റും? ഇതിപ്പോ ഈ ഓണം കഴിയുന്ന സമയത്ത് പല ആളുകളും സാമ്പത്തിക ബാധ്യത വർദ്ധിക്കുകയാണ്. അങ്ങനെ കൃത്യമായ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ചില ഉറപ്പുകൾ കൊടുക്കണം. ഫോളോ അപ്പില് ക്ലോസിംഗിലേക്ക് ഒരു വ്യക്തി എത്തുന്നത് ചില ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ്. അത് പാഴ്വാക്കുകളാവരുത്. നിങ്ങൾ ഉപയോഗിക്കേണ്ട 1-2 വാക്കുകൾ. നമ്മൾക്ക് ഒരുമിച്ച് വിജയിപ്പിക്കാം. നമ്മൾ ഒരുമിച്ച് വിജയിക്കും, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. ഞാൻ നിന്നെ വിജയിപ്പിച്ചു തരാം എന്നല്ല പറയേണ്ടത്, നമ്മൾക്ക് ഒരുമിച്ച് വിജയിക്കാം. കാരണം ഒരാളുടെ വിജയം ആളുടെ സമ്മതമില്ലാതെ, ആളുടെ അനുവാദമില്ലാതെ ഒരാളെ വിജയിപ്പിക്കാനോ തോൽപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല. അതൊരു വലിയൊരു വാക്കാണ്. ആ വ്യക്തിയുടെ അനുവാദം വേണം. അപ്പൊ നമ്മൾക്ക് ഒരുമിച്ച് വിജയിക്കാം. ഞാനുണ്ട് ഇതിന്റെ കൂടെ.
നിങ്ങളുടെ അടുത്ത സുഹൃത്താണെങ്കിൽ ധൈര്യമായിട്ട് പറയാം. ധൈര്യമായിട്ട് അത് പുറത്തടിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പറയണം, ഞാനുണ്ട് നിന്റെ കൂടെ, നമ്മൾക്ക് ഒരുമിച്ച് വിജയിക്കാം. ഇത്തരത്തിലുള്ള വാക്കുകൾ അവർക്ക് തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിക്കും. ഫോളോ അപ്പില് ഒരുപാട് ഒബ്ജക്ഷൻസ് വരും. അവരുടെ ആ സമയത്താണ് അവർ ഡൗട്ടുകൾ പ്രകടിപ്പിക്കും. അവരുടെ ഉള്ളിലുള്ള പല ആളുകളും അവർ പറയാം, എനിക്ക് ഇത്ര പ്രായമായില്ലേ. പല ആളുകളും പറയുന്ന ഒരു തടസ്സമാണ്, ഒബ്ജക്ഷനിൽ വരുന്ന തടസ്സമാണ്. അപ്പോ തിരിച്ച് നമ്മളൊരു ചോദ്യം, പ്രായം ഒരു തടസ്സമാണോ? അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രായം ഒരു തടസ്സമാണോ ജീവിതത്തിൽ വിജയിക്കാൻ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്ന VS അച്യുതാനന്ദൻ 87-89 വയസ്സിലൊക്കെയാണ് മുഖ്യമന്ത്രിയായത്. അപ്പൊ അതൊരു തടസ്സമേ അല്ല. ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ട്രംപിന് പ്രായം കുറവാണോ? ഇത്തരത്തിലുള്ള നമ്മുടെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ടായാൽ തീർച്ചയായിട്ടും അവരെ കൺവിൻസ് ചെയ്യാം. അപ്പൊ ചില ആളുകൾ പറയും, പൈസ എനിക്കൊരു തടസ്സമാണ്, എന്റെ കയ്യിൽ പൈസ ഇല്ല. ചില ആളുകൾ പറയുന്ന കാര്യം, മുമ്പ് 9800 അല്ലെങ്കിൽ 8400 വേണ്ടിയിരുന്നത് ഇന്ന് ഒരു ബിസിനസ് എന്ന രീതിയിൽ പണം ഉണ്ടാക്കാൻ വെറും 3100 രൂപ മതി. കാപ്പിക്കാശിന് കോടീശ്വരനാവാനുള്ള അവസരമാണ് നമ്മുടെ കമ്പനി തരുന്നത്. 3100 രൂപ സംഘടിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തില് ഒരു വ്യക്തിക്ക് ഒരു പ്രയാസമുള്ള ഒരു കാര്യമല്ല, ശ്രമിച്ചാൽ നടക്കുന്ന ഒരു കാര്യമാണ്. ഇനി പണമില്ല എന്ന് പറയുന്ന വ്യക്തി തീർച്ചയായിട്ടും അത് അവരെ ബോധ്യപ്പെടുത്തണം, ഈ പണമില്ലായ്മയാണ് നിങ്ങൾ ഈ ബിസിനസ് ഏറ്റെടുക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പണമില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം. തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. അതിന് ഞാൻ നിങ്ങളെ സഹായിക്കാം, നമുക്ക് ഒരുമിച്ച് വിജയിക്കാം. ഞാനും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാനുള്ള പണം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ സംഘടിപ്പിക്കുകയായിരുന്നു. ഇപ്പൊ ഒരാളുടെ ബൈബിളിന്റെ ഉള്ളിലോ മഹാഭാരതത്തിന്റെ ഉള്ളിലോ അലമാരുടെ ഉള്ളിലിരിക്കുന്ന പൈസ എടുത്തു തരുന്ന വ്യക്തിയല്ല ഇതിൽ വിജയിക്കാറ്. പണം സംഘടിപ്പിച്ച, കടം വാങ്ങി ഇതിൽ കടന്നു വന്ന വ്യക്തികളാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ പണമില്ല എന്നൊരു വ്യക്തി നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ നിരാശനാവല്ല വേണ്ടത്, സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം അവനാണ് നമ്മളെ ടീമിലെ ഏറ്റവും ശക്തനായ ലീഡറായി മാറാൻ പോകുന്നത്. പണമില്ലാത്തവർക്കുള്ള ബിസിനസ്സാണ് സത്യത്തിൽ അത്. കോടികളുള്ളവർക്കുള്ളതല്ല ഈ ബിസിനസ്. പണമില്ലാത്തവർക്ക് പണം ഉണ്ടാക്കാനുള്ള ബിസിനസ്സാണ്. ഈ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവും. അവരെ ബോധ്യപ്പെടുത്തണം. ഇതിൽ വിജയിച്ച മുഴുവൻ ആളുകളും കെട്ടുകണക്കിന് പൈസയുമായി വന്ന ആളുകളല്ല, ഇല്ലാത്ത പൈസ ഉണ്ടാക്കി വന്ന ആളുകളാണ്. അപ്പൊ ആ ഒരു ഉറപ്പ് നിങ്ങൾ കൊടുത്താൽ തീർച്ചയായിട്ടും അവർ ഡിസിഷൻ എടുക്കും. ആ അഡൾട്ട് ഈഗോ സ്റ്റേജിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളാണ്. അവരുടെ ഡൗട്ടുകൾ ദൂരീകരിക്കുക. ചില ആളുകൾ പറയും, സമയമില്ല, എന്റെ കയ്യില് എന്തില്ല, എനിക്ക് സമയമില്ല. ഇങ്ങനെയാണ് വളരെ സ്നേഹത്തിൽ പറയാം, സുരേഷ് നിനക്ക് അറിഞ്ഞൂടാ, എനിക്ക് സമയമില്ല, നിന്നെ പോലെ അല്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പോ ചെയ്യുന്ന ഈ ജോലി തന്നെ തുടർന്നാൽ നിനക്ക് ഇനി എന്ത് സമയം മറ്റൊരു കാര്യത്തിന് നീക്കി വെക്കേണ്ടാവും. ഇനി നിനക്ക് സമയം വേണ്ട, സമയമുള്ള കുറെ ആളുകളെ നിനക്കറിയാലോ, അവരെ നമുക്ക് ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഇത് ടീം ബിസിനസ് ആണ്, ടീം വർക്കാണ്. നിന്റെ സമയമല്ല ഈ ബിസിനസ്സിൽ നിന്റെ വരുമാനം, നിന്റെ ടീമിന്റെ ടോട്ടൽ സമയമാണ്. സമയമുള്ള കുറച്ച് ആളുകളെ കണക്ട് ചെയ്യൂ, നമുക്ക് ഒരുമിച്ച് അവരെ ഈ പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും അവരെ വിജയിക്കുന്നതിലൂടെ നീയും വിജയിക്കും. സമയമില്ലാത്ത ആളുകൾക്ക് സമയമുണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. പണമില്ലാത്തവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. പിന്നെ ആളുകൾ ചോദിക്കുന്ന അടുത്തൊരു ചോദ്യമാണ്, ഇത് വന്നു പോയതാണ്, പൊട്ടിപ്പോയതാണ്, ഇത് നിയമപരാണോ? പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മാലയല്ലേ, വളയല്ലേ, ചങ്ങലല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. നമുക്ക് ഇന്ന് ധൈര്യപൂർവ്വം പറയാം, കേരളത്തിൽ ഡയറക്ട് സെല്ലിങ്ങിന് കൃത്യമായ നിയമ സംവിധാനങ്ങൾ വന്നു. അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഒരു മോണിറ്ററിംഗ് മെക്കാനിസം വന്നു. അതിൽ കൃത്യമായിട്ട് നമ്മളുടെ കമ്പനിയുടെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കേരളം ഇന്ത്യ പറയുന്ന എല്ലാ ലീഗൽ ഫോർമാലിറ്റികളും പാലിച്ചുകൊണ്ട് നമ്മളെ കേരള ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ പോകുന്ന വെബ്സൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ പേരായിട്ട് നമ്മുടെ കമ്പനിയുടെ പേരുണ്ടാവും. ധൈര്യമായിട്ട് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണ് ഇത് എന്ന് അവരെ നമ്മൾ കൃത്യമായിട്ട് ബോധ്യപ്പെടും. അപ്പൊ പലതരത്തിലുള്ള ഒബ്ജക്ഷൻസ് ആളുകൾ നമ്മളോട് പറയാറുണ്ട്. ഇതിനെ വളരെ ക്ഷമാപൂർവം കേട്ടിരുന്ന് കൃത്യമായി
കൃത്യമായ ഉത്തരങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും. വളരെ കൃത്യമായ ഉത്തരങ്ങൾ. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഡൗട്ട് വന്നാൽ ഒരു മടി കാണിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല തന്നെ പറയും. ഞാൻ ഈ കാര്യം എനിക്ക് വളരെ സന്തോഷമായിട്ടോ, എനിക്കറിയാത്ത ഒരു കാര്യമാണ് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചത്. ഞാൻ അതെന്റെ അപ്ലൈനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇതിനുള്ള ഉത്തരം ഉടനെ തരാം. പറ്റുമെങ്കിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒന്ന് മാറി നിന്ന് വിളിക്കുക, അല്ലെങ്കിൽ നാളെ ഞാൻ സംസാരിക്കാം. അതിലും അവരെ പോസിറ്റീവായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തർക്കമായിട്ട് മാറരുത്. നമ്മൾ തർക്കിച്ച് ജയിക്കലല്ല. ചില ആളുകള് ഫോളോ അപ്പിന് പോയി വരുമ്പോ യുദ്ധം കഴിഞ്ഞ് വരണ വിലയാണ്. വേർത്തൊലിച്ച് ഷട്ടറിന്റെ ബട്ടൺസ് ഒക്കെ ഊരി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താറുണ്ട്. ഒരിക്കലും അങ്ങനെ ആവരുത്. ഫോളോ അപ്പ് എന്ന് പറയുന്നത് സൗഹൃദപരമായ ഒരു കൺവിൻസിങ് ആണ്. അവരെ ആ പാരന്റ് ഈഗോ സ്റ്റേജിൽ നിന്ന് പതുക്കെ അഡൾട്ട് ഈഗോ സ്റ്റേജിലേക്ക് എത്തിച്ച്, അപ്പോൾ നമ്മൾ ഇങ്ങനെ അവര് ഡൗട്ടുകൾ പറഞ്ഞു, നമ്മൾ അതിന് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തു, ഉത്തരങ്ങൾ കൊടുത്തു. പ്രൂഫുകൾ നിങ്ങളുടെ കയ്യിൽ വേണം, ഡോക്യുമെന്റുകൾ. പറയുന്നതല്ല ആളുകൾ വിശ്വസിക്കുക, കാണുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഒരു ഫോൾഡറിൽ ഫോളോ അപ്പിന് വേണ്ട ഡോക്യുമെന്റ്സ് വേണം. എന്തൊക്കെയാണ്? കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ്, സർട്ടിഫിക്കറ്റ്സ്, അത്തരം കാര്യങ്ങൾ, സർട്ടിഫിക്കേഷൻസ്, അതുപോലെയൊക്കെയുള്ളത് സെപ്പറേറ്റ് മാറ്റി വയ്ക്കണം. പിന്നെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയതിന്റെ ഫോട്ടോസ്, 1 or 2 ചെറിയ വീഡിയോസ്, ഇതൊക്കെ നമ്മുടെ ആ ഫോൾഡറിൽ ഉണ്ടാവണം. വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, ഒരു ബിസിനസ് ആംഗിളിൽ കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഇൻകം നിങ്ങൾ ഷോ ചെയ്യണം. ഇതൊരു ഷോ ബിസിനസ് ആണ്. 500 ആയിക്കോട്ടെ, 1000 ആയിക്കോട്ടെ. ഇതെനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയത്, ഇതെനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കിട്ടിയത്, ഇതെനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയത്. കൃത്യമായിട്ട് 500 ആയാലും 1000 ആയാലും നിങ്ങൾ കാണിച്ചു കൊടുക്കണം. ആ വ്യക്തിക്ക് ബോധ്യപ്പെടണം, ഇതിലൂടെ പണിയെടുത്താൽ പണം വരുമെന്നുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നതാണ്. ഇത് പല ആളുകളും ചെയ്യാറില്ല. ഇവിടെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് കൊടുത്തു, എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്തായി നിന്റെ തീരുമാനം? ഒന്നും ആവില്ല. അവർ തീരുമാനം എടുക്കുകയല്ല, നമ്മൾ തീരുമാനം എടുപ്പിക്കുകയാണ്. അതാണ് ചെയ്യേണ്ടത്. നമ്മൾ തീരുമാനം എടുപ്പിക്കുകയാണ്, അവർ തീരുമാനം എടുക്കുകയല്ല. നമ്മൾ അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുകയാണ്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, പ്രസന്റേഷൻ കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം, പൈസ ക്യാഷ് ആയിട്ടാണോ അതോ ഗൂഗിൾ പേ ആയിട്ടാണോ തരുന്നത്? ചില ആളുകൾ ചെക്കാവും, നിങ്ങൾക്ക് ഏത് വേണേൽ ചോദിക്കാം. അപ്പോഴാണ് അവരുടെ ഉള്ളിലേക്ക് പൈസയുടെ കാര്യത്തിൽ വരെ എത്തുന്നത്. അതുവരെ അവർ പക്ഷേ ഈ ഉൽപ്പന്നത്തിൽ ലയിച്ചു പോയിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് തീരുമാനം എടുത്തു ചോദിക്കരുത്. തീരുമാനം എടുത്ത പോലെ, അവർ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത പോലെ വേണം നമ്മൾ അവരോട് സംസാരിക്കാൻ. നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, നമുക്ക് ഇതിലെ ഒരു KYC പ്രോസസ് ഉണ്ട് സാറേ. നമ്മുടെ ആധാർ കാർഡിന്റെയും പാൻ കാർഡിന്റെയും ബാങ്ക് ഡീറ്റെയിൽസിന്റെയും ഒരു കോപ്പി വാട്സപ്പിൽ എനിക്ക് തന്നാൽ മതി. അപ്പൊ അത്തരത്തില് അവർ തീരുമാനം എടുത്ത പോലെ നമുക്ക് പറയാൻ പറ്റണം. അപ്പോൾ അവര് പൈസയുടെ അടുത്തെത്തുമ്പോൾ ചില ആളുകൾ പറയും, അടുത്ത ആഴ്ചയാവട്ടെ, അടുത്ത മാസം ആവട്ടെ, ശമ്പളം കിട്ടട്ടെ, കുറി കിട്ടട്ടെ, ലോൺ കിട്ടട്ടെ, ഇങ്ങനെ പറയാറുണ്ട്. എപ്പോഴും നിങ്ങൾ ഒരു ഡേറ്റ് വാങ്ങിയിട്ടേ അവിടുന്ന് പോരാൻ പാടുള്ളൂ. അതാണ് ഡിസിഷന്റെ ആദ്യത്തെ ഘട്ടം. ആ വ്യക്തിയെ കൊണ്ട് അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാരിറ്റി വരുത്തണം. അടുത്ത ആഴ്ച എന്ന്, അടുത്ത വെള്ളിയാഴ്ച, ഇന്ന് സ്വാഭാവികമായിട്ടും വെള്ളിയാഴ്ചയാണ്. അടുത്ത ആഴ്ച എന്ന് എന്നോട് ഒരു വ്യക്തി പറഞ്ഞാൽ അടുത്ത വ്യാഴോ വെള്ളിയാണോ സാറേ ഉദ്ദേശിക്കുന്നത്? അവരെ കൃത്യമായിട്ട് അതിലേക്ക് എത്തിക്കണം. ആ ഡേറ്റ് നമ്മൾ വാങ്ങണം. എന്നിട്ട് നമ്മൾ മൊബൈലിൽ നോക്കി, ഇന്ന് ഡേറ്റ് എത്രയാണ്? അടുത്ത 7-ാം തീയതി കേട്ടോ. ഓക്കെ, ആ ഡേറ്റ് വാങ്ങി കഴിഞ്ഞാൽ അതൊരു കമ്മിറ്റ്മെന്റാ. അടുത്ത ഫോളോ അപ്പിനുള്ള ഒരു വഴിയാണ് നമ്മളെ സംബന്ധിച്ചോളം. ഈ ഗ്യാപ്പ് വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ വാട്സപ്പിൽ നമ്മുടെ പ്രോഗ്രാംസ്, നമ്മുടെ അച്ചീവ്മെന്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫോൾഡറിൽ നിങ്ങളുടെ അച്ചീവ്മെന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡൽ കിട്ടുന്നതോ, നിങ്ങളൊരു പ്രോഗ്രാമിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ഷോ ചെയ്യും. നിങ്ങളുടെ ഓരോ അച്ചീവ്മെന്റും, നിങ്ങൾക്ക് കിട്ടിയ ഓരോ രൂപയും അവരെ ഈ ബിസിനസ്സിലേക്ക് വരാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. അതുപോലെ റിസൾട്ടുകൾ നമ്മൾ കാണിക്കണം. ഇതൊക്കെയും ഇത്തരത്തില് കൃത്യമായിട്ട് ആ അഡൾട്ട് ഈഗോ സ്റ്റേറ്റില് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്താണ് അവർ അടുത്ത സ്റ്റെപ്പായ ചൈൽഡ് ഈഗോ സ്റ്റേജിലേക്ക് വരുന്നത്. ആ സമയത്ത് അവർ ബൈയിങ് സിഗ്നൽ തരാൻ തുടങ്ങും. അവര് ബൈയിങ് സിഗ്നൽ തരും. ബൈയിങ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ നിങ്ങളായിട്ട് അവര് മുൻ പരിചയമൊന്നുമില്ല, ഒരു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അവർ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങളുടെ
പേരെന്തായിരുന്നു അല്ലെങ്കിൽ വീട് എവിടെയാന്നാ പറഞ്ഞ്, അതൊരു ബൈയിങ് സിഗ്നലാ. ചിലപ്പോ നമ്മള് പ്ലാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധമില്ലാതെ അവർ ചോദിക്കും ആ ഉൽപ്പന്നത്തെ കുറിച്ച്, അതിന്റെ വില എത്രയായിരുന്നു ചോദിക്കാം. ഇതൊക്കെയും ബൈയിങ് സിഗ്നലാണ്. ബൈയിങ് സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്ലോസിംഗിലേക്ക് കടക്കും. പിന്നെ അവർ ചോദിച്ച കാര്യമായിരിക്കും, അതായത് തൈറോയിഡിന് പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികൾക്കോ അവർക്കോ ഈ പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മൾ അതിനെ കുറിച്ച് ആധികാരികമായിട്ടൊന്ന് സംസാരിക്കണം. അതായിരിക്കണം നമ്മുടെ പിന്നത്തെ ആ ക്ലോസിംഗിലേക്ക് കൊണ്ടുവരേണ്ട പോയിന്റ്. അത്തരത്തില് ബൈയിങ് സിഗ്നൽ വരുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം. അതുവരെ അവരോട് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. അതായത് റാപ്പോ ബിൽഡിംഗിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അവരുമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദിക്കുക, അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. അതിൽ നിന്ന് അവർക്കുള്ള ഒരു കാരണത്തെ നമ്മൾ കണ്ടെത്താൻ കഴിയും. ആ കാരണത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഫോളോ അപ്പ് ചെയ്യാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് കാരണങ്ങൾ. ഒന്നിലെ ഒരു പ്രശ്ന പരിഹാരം, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷം. ഇതിനു വേണ്ടിയിട്ട് ഒരാൾ പൈസ മുതൽ മുടക്കാറുള്ളൂ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ആ കാരണത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ ഈ ബിസിനസ് അവസരം, ഈ ഉൽപ്പന്നത്തെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നിങ്ങൾ വളരെ ഇഷ്ടത്തോടെ, ആവേശത്തോടെ ചെയ്യേണ്ടതാണ്. കൂടെ വരുന്ന ആളുകൾക്കും വലിയ റോളുണ്ട്. പല ആളുകളും അപ്ലൈനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മൊബൈലിൽ നോക്കാൻ പോകും. ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ സർജൻ സർജറി ചെയ്യുന്ന സമയത്ത് അസിസ്റ്റന്റ് ആയി നിൽക്കുന്ന നേഴ്സോ മറ്റു അസിസ്റ്റന്റ് ആളുകള് ടൂൾസ് എടുത്തു കൊടുക്കാൻ നിൽക്കും. അവർ ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡില് ഡോക്ടർ കാണിക്കുമ്പോൾ തന്നെ അവർ ആ ടൂൾസ് കൃത്യമായിട്ട് എടുത്തു കൊടുക്കും. കൈ കാണിക്കുമ്പോൾ തന്നെ അവർക്ക് ആ ശ്രദ്ധയോട് കൂടിയിട്ട് ഓരോ മൈക്രോ സെക്കൻഡിലും നിങ്ങൾ ഫോളോ അപ്പിൽ നിങ്ങളുടെ അപ്ലൈന്റെ കൂടി ഉണ്ടാവണം. നിങ്ങൾ ഡൗൺലൈൻ ആയിട്ടാണ് പോണെങ്കിൽ, അപ്ലൈനായിട്ട് പോണെങ്കിൽ ഈ ഡൗൺലൈൻ കൃത്യമായിട്ട് അവിടെ പറയും വേണം. കൃത്യമായിട്ട് നമ്മൾ അവരടുത്തിരിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ടീമിലെ ഒരു ട്രെയിനിങ് കഴിഞ്ഞു പുതിയതായി വന്ന ഒരു വ്യക്തിയായിരുന്നു. തൃശ്ശൂർ ചൊവ്വൂര് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വ്യക്തിയാണ്. ജോൺസൺ എന്നാണ് ആ വ്യക്തിയുടെ പേര്. അപ്പൊ അദ്ദേഹം പ്ലാൻ കേട്ടു, ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആളുടെ അടുത്ത സുഹൃത്ത്, തൊട്ടയൽപ്പക്കത്തെ വീട്ടിലെ ഒരു സുഹൃത്തിന് ഈ ബിസിനസ് പറഞ്ഞു. അതിനുശേഷമാണ് ഇദ്ദേഹം നമ്മുടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തപ്പോൾ ട്രെയിനിങ്ങിൽ എന്ത് മനസ്സിലാക്കി? ഫോളോ അപ്പ് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ആ വാക്കാളുടെ മനസ്സിൽ പിടിച്ചു. ക്ലോസ് ചെയ്താലേ കാര്യമുള്ളൂ, ക്ലോസ് ചെയ്യണം. അപ്പോ നമ്മൾ പറയേണ്ട അതിരാവിലെ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ഇദ്ദേഹത്തിന് അയൽപ്പക്കത്തുള്ള ഒരാൾക്കാണ് പ്ലാൻ കൊടുത്തിരുന്നത്. പിറ്റേ ദിവസം അതിരാവിലെ 6 മണിക്ക് ആള് എഴുതി ചെന്നിട്ട് കോളിംഗ് ബെല്ലടിച്ചു. ഈ വ്യക്തി ഉറക്ക ചടവോട് കൂടിയിട്ട് വാതിൽ തുറന്നു. പക്ഷെ ആള് പറയുന്ന ഡയലോഗാണ്, ഞാൻ നിന്നെ ക്ലോസ് ചെയ്യാൻ വന്നതാണ്. അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ്. അത്തരത്തിലുള്ള ഒരു ക്ലോസിംഗ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്, ആളെ ക്ലോസ് ചെയ്യലല്ല. അപ്പൊ കൃത്യമായിട്ട് ആ സിസ്റ്റത്തിലൂടെ സഞ്ചരിക്കാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ ഏതൊരു വീട്ടിൽ പോയാലും അതൊരു തർക്കമാവരുത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ ഇങ്ങനെ പറയും, വടി വെച്ച് വാതിലടയ്ക്കണം. ഇറങ്ങിപ്പോരുമ്പോഴും പിന്നീട് അങ്ങോട്ട് ചെല്ലാനുള്ള ഒരു വാതില്, ഒരു പഴുത് അവിടെ ഇട്ടിട്ട് വേണം നമ്മൾ ഇറങ്ങിപ്പോരാൻ. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒരു ബ്രൗഷറോ എന്തെങ്കിലും ഒരു ടൂള് അവർക്ക് കൊടുക്കുക. എന്നിട്ട് പറയാ, ഇത് കൂടുതൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കൂ. എന്റെ കയ്യിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ, നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തരുന്നതാണ്, ഞാൻ നാളെ വരാം. അപ്പോ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു വാതിൽ അവിടെ തുറന്നു. പിറ്റേ ദിവസം ഈ ടൂള് വാങ്ങാൻ വേണ്ടി, നമ്മൾ കൊടുത്തൊരു ബ്രൗഷർ വാങ്ങാൻ വേണ്ടി, ബുക്ക്ലെറ്റ് വാങ്ങാൻ വേണ്ടി നമുക്ക് ധൈര്യപൂർവ്വം അവിടെ ചെല്ലാം. ഇത്തരത്തില് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് നമ്മൾ ചെയ്തതിന് ശേഷമേ ഇവിടെ ക്ലോസിംഗ് നടക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഈ പ്രോസസ്, ഫോളോ അപ്പ് എന്ന് പറയുന്ന ഈ പ്രോസസ് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിന് നിങ്ങൾക്കൊരു സെയിൽസ് വരുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീം കൃത്യമായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫോളോ അപ്പിനാണ്. ഫോളോ അപ്പിന് ആരൊക്കെ ഫോളോ അപ്പിന് അശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നു, അവരെല്ലാം ഈ ബിസിനസ്സിൽ ഹിറ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തും. കാരണം അവർക്ക് ടീം ഉണ്ടാവില്ല. പണം ചോദിക്കാൻ നിങ്ങൾ ഈ മറ്റുള്ള ആളുകളോട് പണം ചോദിക്കാൻ ഒരിക്കലും ഒരു മടിയും കാണിക്കരുത്. കാരണം എന്താ, പല ആളുകൾക്കും മണിക്കൂറുകളോളം ഇത് സംസാരിക്കും, എല്ലാ കാര്യം പറയും, A to Z കാര്യം പറയും. സാഗർ ജോഷി സാറിന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് വരെ പറഞ്ഞു കൊടുക്കും.
പക്ഷെ പൈസ അവർ ചോദിക്കില്ല. കോഴീനെ കയ്യിൽ പിടിച്ചിട്ട് കത്തിയും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ. അത് അറക്കണ്ടോടത്ത് അറക്കണം. ആ സമയത്ത് അവർ ചോര വരൂലോ, അവർ വേദനിക്കില്ലോ എന്ന് കരുതാൽ നമുക്ക് ഒരിക്കലും ചിക്കൻ കറി ഉണ്ടാക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ അടുത്തുള്ള ഇറച്ചിക്കടയിൽ പോയാൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മതി. ഇനിയെങ്കിലും ശ്രദ്ധിച്ചോളൂ. നമ്മളൊരു കോഴീനെ പറഞ്ഞ സമയത്ത് അവർ ആ കിടക്കുന്ന കോഴിയിലേക്ക് നോക്കും, ഒരെണ്ണത്തിനെ പിടിക്കും, അവിടെ കൊണ്ടുവന്നിട്ട് ഒറ്റ കട്ടിങ്ങ, അവിടെ വേറെ യാതൊരുവിധ ഒരു കാര്യം, ഒരു അനുകമ്പയും അവിടെ സഹതാപം വർക്ക് ചെയ്യില്ല. സഹതാപം ഒരിക്കലും ഇതിൽ വർക്കൗട്ട് ആവില്ല. അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവർ ആ പ്രോസസ്സിലേക്ക് വന്നേ തീരും. പൈസ നിങ്ങൾ ചോദിച്ചേ തീരും. നമ്മളവർ പെടുത്താൻ വേണ്ടിയിട്ടല്ല. ആ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നത്, ഒരാളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നത് അവരെ പെടുത്താനല്ല, രക്ഷപ്പെടുത്താനാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അവരോട് പണം ചോദിക്കാൻ നിങ്ങൾക്ക് മടി കാണില്ല. പല ആളുകളുടെയും മാനസികാവസ്ഥ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുമ്പോൾ അവരെ പെടുത്തുകയാണോ എന്നുള്ള ചിന്താഗതിയിലാണ്. ആ ചിന്താഗതി കൊണ്ടാണ് പലപ്പോഴും നിങ്ങൾക്ക് ക്യാഷ് ചോദിക്കാൻ മടി കാണിക്കുന്നത്. പല ആളുകളും പണം ചോദിക്കാൻ മടി കാണിക്കുന്നു. കത്തി പിടിച്ച് നിൽക്കുള്ളൂ, മുറുകില്ല. അരമണിക്കൂറോ 3/4 മണിക്കൂറോ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അഭിപ്രായം പറയൂട്ടോ, ഞാൻ പിന്നെ വരാം. ഒരാളും ഇങ്ങോട്ട് പൈസ കൊണ്ട് വന്ന് നമുക്ക് തരില്ല. നമ്മൾ നിരന്തരമായിട്ട് ഫോളോ അപ്പ് ചെയ്തേ പറ്റൂ. അത് വളരെ 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 പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും സമയം 7 മണിയോട് അടുക്കുകയാണ്. അപ്പോ ഫോളോ അപ്പ് എന്ന് പറയുന്ന ഈ പ്രോസസ് ഈ ബിസിനസ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രാക്ടീസ് ആവശ്യമാണ്. നിങ്ങൾ അപ്ലൈന്റെ കൂടെ പോകണം. 5 or 10 ഫോളോ അപ്പുകൾ അപ്ലൈന്റെ കൂടെ പോയി അപ്ലൈൻ എങ്ങനെ ചെയ്യുന്നു, എന്തെല്ലാം സംസാരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കും. അത് കൃത്യമായി ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വ്യക്തിയെ വേണമെങ്കിലും നമുക്ക് ഫോളോ അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യാൻ പറ്റും. കാരണം ഇന്ന് ലോകത്ത് ഡയറക്ട് സെല്ലിംഗ് മാത്രമല്ല, സെയിൽസിൽ സാധാരണ വരുന്ന 4-5 ഒബ്ജക്ഷൻസേ ഉള്ളൂ. കാശില്ല, സമയമില്ല, എനിക്കത് ആവശ്യമില്ല, താല്പര്യമില്ല. ഇതിനപ്പുറത്തേക്ക് വേറൊരു ഡൗട്ടും അല്ലെങ്കിൽ ഒരു റിജക്ഷനും നമുക്ക് വരാറില്ല. ഇതിനെ കൃത്യമായിട്ട് കാര്യകാരണങ്ങൾ സഹിതം ഓവർകം ചെയ്യാൻ കഴിഞ്ഞാൽ അത് വലിയ റിസൾട്ടിലേക്ക്, വലിയൊരു ബിസിനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോ ഫോളോ അപ്പ് ഉസ്താദുക്കളായിട്ട് നമ്മൾ ഓരോ വ്യക്തികളും മാറണം എന്നുള്ളതാണ്. ഫോളോ അപ്പ് ഉസ്താദ്. നിങ്ങൾ എത്ര പ്ലാൻ കൊടുത്തു എന്നതല്ല നിങ്ങളുടെ വിജയത്തിന് ആധാരം, എത്ര ഫോളോ അപ്പുകൾ നിങ്ങളുടെ ടീമിൽ നടന്നു എന്നതിന്റെ അടിസ്ഥാനമാണ്. എത്ര മനോഹരമായി നിങ്ങൾ പ്ലാൻ പറഞ്ഞാലും ഫോളോ അപ്പ് 0 ആണെങ്കിൽ, ഇല്ലെങ്കിൽ സെയിൽസ് ഒരിക്കലും വരില്ല. പ്ലാൻ എത്ര മോശമാണെങ്കിലും ഫോളോ അപ്പ് പെർഫെക്റ്റ് ആണെങ്കിൽ റിസൾട്ട് 100% വരും. ഈ ആപ്തവാക്യം നിങ്ങളുടെ മനസ്സിലിരിക്കുക. 100 പ്ലാനുകൾ നിങ്ങൾ കൊടുത്തു, ഫോളോ അപ്പ് 0 ആണെങ്കിൽ റിസൾട്ട് 0 ആണ്. നിങ്ങൾ 100 പ്ലാനുകൾ കൊടുത്തു, അല്ലെങ്കിൽ 10 പ്ലാനുകൾ കൊടുത്തു, 10ഉം ഫോളോ അപ്പ് ചെയ്താൽ റിസൾട്ട് നമുക്ക് 100%. അപ്പൊ പ്ലാനിന്റെ ഭംഗിയേക്കാൾ ഉപരി, കൊടുക്കുന്ന ആ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയേക്കാൾ ഉപരി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ കാണിക്കുന്ന ആ വ്യഗ്രതയാണ്, ആ ഡെഡിക്കേഷനാണ് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കി തരിക. അപ്പൊ തീർച്ചയായിട്ടും വലിയ വിജയങ്ങൾ ഉണ്ടാവാൻ, വലിയ റിസൾട്ടുകളിലേക്ക് ഓരോ വ്യക്തികൾക്കും എത്തിച്ചേരാൻ കഴിയണം. അതിനു വേണ്ടിയിട്ട് ഫോളോ അപ്പിന് ഒരു അമിത ശ്രദ്ധ നിങ്ങൾ ടീമിൽ കൊടുക്കണം. നിങ്ങൾ കൊടുത്ത പ്ലാനുകൾ എഴുതി വെക്കണം. അത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം. നിങ്ങളുടെ ടീമിൽ ദൈനംദിനങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ, എത്ര പ്ലാനുകൾ നടന്നു, എത്ര ഫോളോ അപ്പുകൾ നടന്നു എന്ന് ഓരോ ലീഡേഴ്സിനെയും ചുമതലപ്പെടുത്തും. നിങ്ങളാണ് നിങ്ങളുടെ ടീമിന്റെ ലീഡർ. നിങ്ങൾ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. എല്ലാ ഫോളോ അപ്പുകളും നിർബന്ധമായി നടത്തിക്കണം. 2 ഉത്തരാണ് വരിക സാധാരണഗതിയിൽ. യെസ് ഓർ നോ, അല്ലെ? യെസ്സോ നോയോ പറയുന്നത് വരെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. ഇനി ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, അവരുമായി നല്ലൊരു റാപ്പ് ഉണ്ടായി, നല്ലൊരു ബന്ധം ഉണ്ടായാൽ അവര് ഉൽപ്പന്നം പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചു, അവര് ഡേറ്റും പറഞ്ഞു. അത് കഴിഞ്ഞാലും നിങ്ങൾ ഒരു ക്ലാരിറ്റി വരുത്തണം. അവരുമായി നല്ലൊരു അടുപ്പം എത്തിയാൽ മാത്രമേ സാധ്യമാകുള്ളൂ. മേഡം അല്ലെങ്കിൽ സാർ, നിങ്ങൾ എങ്ങനെയാണ് പൈസ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആ ഒരു ചോദ്യം വളരെ അവരെ ചൊടിപ്പിക്കുന്ന രീതിയിലാവരുത്, അവരെ കളിയാക്കുന്ന രീതിയിലാവരുത്. അവരുമായിട്ട് ഏറ്റവും നല്ല അടുപ്പത്തിൽ വന്നാൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. എന്തിനാണെന്നറിയോ? നമുക്ക് സെയിൽസ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പല ആളുകളും സാധാരണക്കാരാണ്, ശുദ്ധഗതിക്കാരാണ്. അപ്പൊ അവരെ മനസ്സിലുണ്ടാവും, ഒരാള് 10,000 രൂപ അല്ലെങ്കിൽ 20,000 എന്നത് കടം വാങ്ങിയിട്ടുണ്ട്, ഇന്ന ഡേറ്റിൽ തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
ആ പൈസ കിട്ടുമ്പോ അത് ഇന്ന ഡേറ്റ് ആണ്, ആ ഡേറ്റിലേക്ക് ആയിരിക്കും അവർ നമ്മളോട് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടാവുക. ആ പൈസ കിട്ടുമ്പോ നമ്മൾ ഈ ബയോടോറിയത്തിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ഒരിക്കലും അത് 100% വിശ്വസിക്കരുത്. കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയിട്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തവര് വളരെ വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു കൂട്ടർ പറയും, എനിക്ക് ശമ്പളം കിട്ടും, ഇന്ന ഡേറ്റിൽ ശമ്പളം കിട്ടിയാൽ ഞാൻ തുടങ്ങാം, പർച്ചേസ് ചെയ്യാം. അതും ഒരു പരിധി വരെ വിശ്വസിക്കേണ്ട. കാരണം അവർക്ക് ആഗ്രഹം ഉണ്ടാവും, നടപ്പിലാവൂല. ശമ്പളം കിട്ടുമ്പോ അവരുടെ വീട്ടുകാര്യങ്ങൾക്ക് തന്നെ ഒരു പക്ഷെ അത് മതിയാവില്ല. അപ്പൊ ആ താൽക്കാലിക ഘട്ടത്തിൽ അവർ നമ്മൾ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അവർക്ക് ആ എനർജി കൊണ്ട് അവർ പറയുന്നതാണ്. അതും പൂർണ്ണമായിട്ട് നമുക്ക് ക്ലോസിംഗ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ചില ആളുകൾ പറയും, ഞാൻ കടം ചോദിച്ചിട്ട് അത് കിട്ടട്ടെ, അതും വേറൊരാളെ കയ്യിലിരിക്കുന്ന പണമാണ് കിട്ടുന്നെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചില ആളുകൾ പറയും, ഞാൻ ഈ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്, കല്യാണം കഴിഞ്ഞ് തിങ്കളാഴ്ച ഗോൾഡ് പ്ലഡ്ജ് ചെയ്തിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അത് 100% നിങ്ങൾ വിശ്വസിച്ചോളൂ. കാരണം അവരുടെ കയ്യിൽ കരുത്തിൽ കിടക്കുന്ന അവരുടെ കയ്യിലുള്ള സ്വർണ്ണമാണ്. ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ട്, അതിനിട്ടിട്ട് തിങ്കളാഴ്ച ഞാൻ വച്ച് തരാന്ന് പറഞ്ഞാൽ അത് ക്ലോസിംഗ് 100% ഉറപ്പിക്കാം. അതായത് ക്ലോസിംഗ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ക്യാഷ് അവരെങ്ങനെ സംഘടിപ്പിക്കുന്നു എന്നുള്ളത് കൂടി കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമ്മുടെ സെയിൽസിന്റെ എണ്ണം കൂട്ടാൻ സാധിക്കുള്ളൂ. വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സില് നമുക്ക് റിസൾട്ട് വരുന്നത്, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നടപ്പിലാകുന്നത് പ്ലാൻ പറയുമ്പോഴല്ല, ക്ലോസിംഗ് നടക്കുമ്പോഴാണ്. ക്ലോസിംഗ് നടക്കുന്നത് പ്ലാൻ മുതൽ ഒരു പ്രോസസ്സാണ്. നമ്മൾ ലിസ്റ്റ് എഴുതുന്നതും ആളുകളെ കാണുന്നതും ഇൻവൈറ്റ് ചെയ്യുന്നതും എല്ലാം എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ കയ്യിലുള്ള പൈസ ഒരു ഉൽപ്പന്നമാക്കി മാറ്റണം, അതിനവർ ക്യാഷ് നമുക്ക് തരണം, അല്ലെങ്കിൽ കമ്പനിയിലേക്ക് അവരയക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ആ വ്യക്തിയെ ആക്റ്റീവ് ആക്കി എടുക്കാൻ ഫോളോ അപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു സൂത്രമുണ്ട്, ഒരു മന്ത്രം നിങ്ങൾ ചെയ്യണം. അവരെ കൊണ്ട് തന്നെ പണം കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിച്ചാൽ അത് ഏറ്റവും ബെസ്റ്റാണ്. എന്നിട്ട് അവരോട് ആ സ്ലിപ്പ് നമ്മൾ വാങ്ങിക്കും. അത് അവർക്ക് നമ്മൾ തമ്മിലുള്ള ആ റാപ്പോ ബിൽഡിങ് അത്രമാത്രം ശക്തമാവും. അവർക്ക് ഈ കമ്പനിയിൽ വിശ്വാസം ഉണ്ടാവും, നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവും. അവർ ടീം വർക്കിലേക്ക് നിങ്ങളോടൊപ്പം കളത്തിലേക്ക് ഇറങ്ങും. അവരെ കൊണ്ട് ആ സെക്കൻഡിൽ അവിടെ വെച്ചിട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്യുക. പലപ്പോഴും അത് സാധാരണക്കാർക്ക് സാധ്യമാവാറില്ല, കാരണം പൈസ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. സാധ്യമാകുന്ന വ്യക്തികളെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചാൽ അവരെ ആക്റ്റീവ് ആക്കി എടുക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. ഇത്തരത്തില് ഈ ഫോളോ അപ്പില് നമ്മൾ ഉപയോഗിക്കേണ്ട കൊച്ചു കൊച്ചു നുറുങ്ങുകൾ ഇതാണ് ഇതിനെ റിസൾട്ടിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളുടെ വീട്ടിൽ പോയി ഞാൻ നിന്നെ ക്ലോസ് ചെയ്യാൻ വന്നതാണെന്ന് പറയരുത്. ക്ലോസിംഗ് ഒരു പ്രോസസ്സാണ്. അതിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഓരോ വ്യക്തികളും ചെയ്യേണ്ടതായ കാര്യം. സമയം 7:08 എന്തായാലും സമയം വൈകിയതുകൊണ്ട് ഞാൻ ഇനി അടുത്ത മറ്റൊരു ദിവസം നമുക്ക് ഇതിന്റെ മറ്റുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഈ ബിസിനസ്സിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലെ ടീം ബിൽഡിങ്ങിലെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്. ഫോളോ അപ്പ് ആൻഡ് ക്ലോസിംഗ്, ഒരാൾക്ക് ടീം ഉണ്ടാവുന്നതും ഒരാൾക്ക് സെയിൽസ് നടക്കുന്നതും ഭാഗ്യം കൊണ്ടല്ല, അവരുടെ നിരന്തരമായ പ്രവർത്തനം കൊണ്ടാണ്, നിരന്തരമായ ഫോളോ അപ്പ് കൊണ്ടാണ്. ഒരു ടീം ഉണ്ടായാൽ, ഒരു വ്യക്തി, ടീം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയിരക്കണക്കിന് ആളുകളെയല്ല, നിങ്ങളുടെ കൂടെ 2 പേരേ ഉള്ളൂ. ആ 2 പേരും നിങ്ങളും കൂടിയ ടീമായി. അവിടെ ടീം വർക്ക് നമ്മുടെ ആരംഭിക്കുകയാണ്. അവരെ കൃത്യമായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. പുതിയ ക്ലോസിങ്ങിന് വേണ്ടി മാത്രമല്ല, ടീം ഡെവലപ്പ് ചെയ്യുന്നത്, ടീം ഉണ്ടാവുന്നത്, ടീം വലുതാവുന്നത് നിങ്ങളുടെ ടീം അംഗങ്ങളെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ്. ഡിസ്ട്രിബ്യൂട്ടർ ആയ ഒരു വ്യക്തിയെ, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത വ്യക്തിയെ പ്രോഗ്രാമിലേക്ക് എത്തിക്കേണ്ട ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം. ഡെയിലി നമ്മുടെ സൂം മീറ്റിംഗിലേക്ക്, ഗൂഗിൾ മീറ്റിംഗിലേക്ക് എത്തിക്കേണ്ട ഫോളോ അപ്പ് നമ്മൾ ചെയ്യണം. നമ്മുടെ കമ്പനി BOP സെന്ററിലേക്ക് എത്തിക്കേണ്ട ഫോളോ അപ്പ് നിങ്ങൾ ചെയ്യണം. ലിസ്റ്റ് ബിൽഡിംഗ്, അതിന് നിങ്ങൾ അവരെ ഫോളോ അപ്പ് ചെയ്യണം. ഫോളോ അപ്പിന് വേണ്ടി നിങ്ങൾ വീണ്ടും അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് ആണ്. ഫോളോ അപ്പിലൂടെ തുടങ്ങുന്നു, ഫോളോ അപ്പിലൂടെ മുന്നേറുന്ന ഒരു ബിസിനസ് ആണ് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതം തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഫോളോ അപ്പിന് വലിയൊരു ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. നമ്മളെല്ലാവരും ഫോളോ അപ്പ് ഉസ്താദുക്കളായി മാറണം. റിജക്ഷൻസ്, നിങ്ങൾ കൃത്യമായിട്ട് ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ്, നമ്മൾ അടുത്ത ഒരാഴ്ച ഒബ്ജക്ഷൻ ഹാൻഡ്ലിംഗ് തന്നെ നമുക്കൊരു വിഷയമായിട്ട് സംസാരിക്കാം. അവർ ചോദിക്കുന്ന ഡൗട്ടുകൾ, അതിന് നമുക്ക് എങ്ങനെ ഉത്തരം കൊടുക്കാം, ആ ഉത്തരങ്ങൾ, നമ്മൾ കൊടുക്കുന്ന ഉത്തരങ്ങൾ കൃത്യമായി അവരുടെ ഹൃദയത്തിൽ തറയ്ക്കണം. അവരെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കണം. അപ്പൊ കൃത്യമായിട്ട് ആ ഫോളോ അപ്പിന്റെ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകണം. അപ്പൊ എന്തായാലും ഞാൻ ഇന്നത്തെ ഈ സെഷൻ ക്ലോസ് ചെയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു,
ഏറ്റവും കൂടുതൽ മാർക്കുള്ള 100 മാർക്കുള്ള ചോദ്യ പേപ്പറിൽ 60 മാർക്കുമുള്ള ഒരു ചോദ്യമാണ് ഫോളോ. അതിന് കൃത്യമായി ഉത്തരം എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പരീക്ഷ പാസ്സാവാൻ പറ്റൂ. ഈ പരീക്ഷ പാസ്സാവണമെങ്കിൽ ഫോളോ അപ്പ് എന്ന് പറയുന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിക്കണം എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് നേരിട്ട് സെയിൽസിലേക്കല്ല, ഒരു റാപ്പോ ബിൽഡിങ്ങിലാണ് നമ്മൾ പറയണ്ടായി. റാപ്പോ ബിൽഡിംഗ് നടക്കണമെങ്കിൽ അവരുമായിട്ട് നല്ലൊരു മാനസികമായ ഐക്യത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവരോട് ചോദിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ അതിലൂടെ കടന്നു വന്ന് ഞാൻ പറഞ്ഞു, കുട്ടികളുടെ മാനസികാവസ്ഥ, ഒരു അഡൾട്ടിന്റെ മാനസികാവസ്ഥ, പാരന്റിന്റെ മാനസികാവസ്ഥ. ആ പാരന്റിന്റെ മാനസികാവസ്ഥയിൽ നിന്ന് അവരെ, ഒരു കാരണവരുടെ മാനസികാവസ്ഥയിൽ നിന്ന് അവരെ കുട്ടികളുടെ മാനസികാവസ്ഥയിൽ എത്തുമ്പോഴാണ് സെയിൽസ് ബൈയിങ് സിഗ്നൽ വരിക. അപ്പോൾ മാത്രമേ സെയിൽസ് നടക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പ്രോസസ്സാണ്, ഇതൊരു കലയാണ്, ഇത് പ്രാക്ടീസ് ചെയ്യാം നിരന്തരം. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും, പഠിച്ചെടുക്കാൻ പറ്റും? നിരന്തരമായ പ്രാക്ടീസ്, 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 പ്രാക്ടീസ്. ഞാൻ വീണ്ടും പറയുന്നു, തോറ്റ് ജയിക്കുക. ആദ്യത്തെ ഫോളോ അപ്പുകൾ ഒരു പക്ഷെ പരാജയമായിരിക്കാം, അത് വരാനിരിക്കുന്ന വലിയ വിജയത്തിന്റെ തുടക്കമാണ്. ഫോളോ അപ്പ് നിങ്ങൾ കൃത്യമായി ചെയ്യണം, ചെയ്ത് ശീലിക്കണം. ഫോളോ അപ്പിന് വിളിച്ചാൽ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറെ കൂടെ നിങ്ങൾ ചെല്ലണം. പല ആളുകൾക്കും ഫോളോ അപ്പിന് പോകാൻ മടിയാണ്. എന്താ കാരണം? അവര് നോ പറഞ്ഞാലോ എന്ന് പേടി. അവിടെ പറയട്ടെ, നോകൾ കേട്ട് 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 ആ നോ ഒരു ദിവസം വലിയ യെസ് ആയിട്ട് മാറും. തീർച്ചയായിട്ടും നിങ്ങൾ അത്തരത്തിൽ നോകൾ കേൾക്കാൻ തയ്യാറായാൽ മാത്രമേ, റിജക്ഷനെ ഫേസ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾ വലിയ വിജയത്തിലേക്ക് എത്തുള്ളൂ. ഒരിക്കലും പലപ്പോഴും നമ്മളിലേക്ക് ഇടയിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്, ഫോളോ അപ്പ് ഒരു തർക്കമായിട്ട് ശത്രുതയായിട്ട് ഒരിക്കലും മാറരുത്. വടിവെച്ച് വാതിലടയ്ക്കാൻ പാടുള്ളൂ. വീണ്ടും അവിടേക്ക് കടന്നു ചെല്ലാനുള്ള സ്പേസ് നമ്മൾ ഇടണം. അപ്പൊ എന്തായാലും എല്ലാവർക്കും വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തിൽ വളരെ വേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോക്കറ്റ് വേഗതയിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആയുധമാണ്, അല്ലെങ്കിൽ ഒരു മിസൈലാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. അതിലാണ് നമ്മൾ കൈകോർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ വേഗതയോടൊപ്പം നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കട്ടെ. നമ്മൾ വർഷത്തിൽ 5.5 കോടി സമ്പാദിക്കാനുള്ള ഒരു അവസരം, ഡെയിലി 1,26,000, അതായത് നമ്മളെ സംബന്ധിച്ച് 1.5 ലക്ഷം രൂപ സമ്പാദിക്കാനുള്ള ഒരു അവസരം. ആ അവസരത്തിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ അത് സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ടീം വേണം. ടീം ഉണ്ടാവുന്നത് ഭാഗ്യം കൊണ്ടല്ല, പ്രവർത്തനം കൊണ്ടാണ്. ആ ടീം ബിൽഡിങ്ങിന്റെ അടിസ്ഥാനമാണ് 8 കോർ സ്റ്റെപ്പ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് 4 ബേസിക് ലിസ്റ്റ് ബിൽഡിംഗ്, ഇൻവിറ്റേഷൻ, ഷോ ദ പ്ലാൻ, ഫോളോ. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഫോളോ. ഫോളോ അപ്പിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും പ്രാധാന്യം കൊടുക്കുക. എല്ലാവർക്കും ഫോളോ അപ്പിലൂടെ വലിയ വിജയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ജയ് ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഓൾ. താങ്ക് യു സാർ, താങ്ക് യു. ഒരു വലിയൊരു കാറ്റ് വന്നിട്ട് നമ്മുടെ മനസ്സിന്റെ അറിവിന്റെ വാതായനം വലുതായിട്ട് തുറന്നതുപോലെ നമുക്ക് തോന്നുന്നു അല്ലെ? ഒരുപാട് ഇടുങ്ങിയ ചിന്താഗതി, അല്ല ഇതിനെ കുറിച്ച് ഒരുപാട് അറിയാതിരുന്ന വ്യക്തികൾക്ക് ഒരു വലിയൊരു അവസരം കിട്ടിയതുപോലെ. സുരേഷ് സാറിന് ഈ ഒരു അവസരം കൊടുത്താൽ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്നും പോരാ, ഒരുപാട് ടൈം കൊടുത്താൽ മാത്രമേ സുരേഷ് സാറിന്റെ മൊത്തം സംസാരം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കുറച്ച് കൂടുതൽ അവയർനെസ് കിട്ടിയുള്ളൂ. ഭാഗ്യം ഉണ്ടാകുമെങ്കിൽ നമുക്ക് ഇനിയും സാറിന്റെ കുറച്ച് സമയം കൂടി നമുക്ക് കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാർ ഇന്ന് യാത്രയിലാണ്, സാറിന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഇത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇന്നിവിടെ ഈ അവസരം കേൾക്കാനെത്തിയ നമുക്ക് സുരേഷ് സാറിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി എന്നതിൽ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ എത്തിയിട്ടുള്ള ഓരോരുത്തർക്കും എന്റെ പേരിലും ഈ ബയോട്ടോറിയത്തിന്റെ പേരിലും നന്ദി ആശംസിക്കുകയാണ്. താങ്ക് യു. ഞാനിത് വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിച്ചു.